السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കാരുണ്യവാനും സൃഷ്ടാവുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം അനുധാവനം ചെയ്യണമെന്ന് ആമുഖമായി ഓർമ്മിപ്പിക്കുകയാണ്. നമ്മുടെ ഇന്നത്തെ ഓൺലൈൻ ദൗറയിൽ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ പ്രസിദ്ധമായ ഉസൂലുസ് സുന്ന എന്ന ഗ്രന്ഥമാണ് വിശദീകരിക്കേണ്ടത്. ഈ ഗ്രന്ഥത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഗ്രന്ഥകാരനായ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹിയെ കുറിച്ച് ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അനിവാര്യമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ നിർബന്ധമായി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഉസൂലുസ് സുന്ന പഠിക്കുമ്പോൾ അതിന്റെ രചയിതാവിനെ കുറിച്ച് മുഅല്ലിഫിനെ കുറിച്ച് മനസ്സിലാക്കേണ്ടതായ ചില കാര്യങ്ങൾ സൂചിപ്പിക്കാനാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് ഉദ്ദേശിക്കുന്നത്. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ജീവിതം അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ആദർശത്തിന് വേണ്ടിയായിരുന്നു. ഇമാം സുന്ന ഇമാം അഹ്മദ് ബിൻ ഹംബൽ അറിയപ്പെടുന്നത് ആ പേരിലാണ് എന്നത് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെക്കുറിച്ചുള്ള ചെറിയൊരു വിവരണം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് നമുക്കതൊട്ടേറെ ഗുണങ്ങൾ ചെയ്യും, പാഠങ്ങൾ നൽകും എന്നുള്ളത് കൊണ്ട് തന്നെ ചില കാര്യങ്ങൾ സൂചിപ്പിക്കുകയാണ്. ഹിജറ വർഷം 164 മഹാനായ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി ജനിക്കുന്നത്. ബാഗ്ദാദിലാണ് അദ്ദേഹത്തിന്റെ ജനനം. അദ്ദേഹം ജനിക്കുന്നതിന്റെ മുമ്പ് തന്നെ അദ്ദേഹത്തിന്റെ പിതാവ് മരണപ്പെട്ടിട്ടുണ്ട്. വളരെ പിതാവിന്റെ ചെറുപ്പ കാലഘട്ടത്തിൽ തന്നെ അദ്ദേഹം ഏതാണ്ട് 30 വയസ്സ് പ്രായമായ സന്ദർഭത്തിൽ അദ്ദേഹത്തിന്റെ പിതാവ് മരിച്ചുപോയിട്ടുണ്ട്. പിന്നീട് അദ്ദേഹത്തിന്റെ ഉമ്മയാണ് ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹിയെ വളർത്തിക്കൊണ്ടുവരുന്നതും അദ്ദേഹത്തിന് വിദ്യാഭ്യാസം കൊടുക്കുന്നതും.
അപ്പൊ ഹിജറ വർഷം 164 അദ്ദേഹത്തിന്റെ ജനനം. അദ്ദേഹത്തിന്റെ മുഴുവൻ പേര് അബൂ അബ്ദില്ല അഹ്മദ് ബിനു മുഹമ്മദ് ബിനു ഹംബൽ അശ്ശൈബാനി റഹ്മത്തുള്ളാഹി അലൈഹി. അശ്ശൈബാനി ഇതാണ് അദ്ദേഹത്തിന്റെ പൂർണ്ണമായ പേര്. അബു അബ്ദില്ല എന്നത് അദ്ദേഹത്തിന്റെ കുഞ്ഞത്താണ്. അദ്ദേഹത്തിന്റെ മക്കളുടെ കൂട്ടത്തിൽ അബ്ദുള്ള, അദ്ദേഹം പണ്ഡിതനാണ്. ആ മകനിലേക്ക് ചേർത്തിക്കൊണ്ടാണ് അദ്ദേഹത്തെ അബു അബ്ദില്ല എന്ന കുഞ്ഞത്തിൽ വിളിക്കുന്നത്. അബു അബ്ദില്ല. അഹ്മദ് ഇബ്നു ഹംബൽ, യഥാർത്ഥത്തിൽ ഹംബൽ അദ്ദേഹത്തിന്റെ പിതാവിന്റെ പേരല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. സാധാരണ നമ്മൾ പറയാറുള്ളത് അഹ്മദ് ഇബ്നു ഹംബൽ എന്നുള്ളതാണ്. എന്നാൽ ഹംബൽ അദ്ദേഹത്തിന്റെ പിതാവിന്റെ പേരല്ല. അദ്ദേഹത്തിന്റെ ജദ്ദാണ്, വല്യുപ്പയാണ് ഹംബൽ. അദ്ദേഹത്തിന്റെ പിതാവിന്റെ പേര് മുഹമ്മദ് എന്നാണ്. അദ്ദേഹത്തിന്റെ പിതാവിന്റെ പേര് നമ്മൾ മനസ്സിലാക്കി വെക്കണം. പിതാവിന്റെ പേര് മുഹമ്മദ് എന്നാണ്, ഹംബൽ എന്നല്ല. ഹംബൽ അദ്ദേഹത്തിന്റെ ജദ്ദാണ്. പക്ഷെ അഹ്മദ് ഇബ്നു ഹംബൽ വല്ലിപ്പയിലേക്ക് ചേർത്തിക്കൊണ്ടാണ് അദ്ദേഹം പ്രസിദ്ധനായത്. ആ പേരിലാണ് അദ്ദേഹം അറിയപ്പെട്ടത്. അപ്പൊ ഹംബൽ അദ്ദേഹത്തിന്റെ പിതാവല്ല, അദ്ദേഹത്തിന്റെ ജദ്ദാണ്. പിതാവിന്റെ പേര് മുഹമ്മദ്. അദ്ദേഹത്തിന്റെ വല്യപ്പയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം മഅറൂഫായിരുന്നു, മഷ്ഹൂറായിരുന്നു, വളരെയധികം പ്രസിദ്ധനായിരുന്നു, അറിയപ്പെട്ട. മാത്രമല്ല അമവികളുടെ ഖിലാഫത്ത് കാലഘട്ടത്തിൽ ഖുറാസാനിലെ ഒരു പ്രവിശ്യയിലെ അധികാരി കൂടിയായിരുന്നു, വാലി, ഗവർണർ കൂടിയായിരുന്നു ഹംബൽ. അപ്പൊ വല്ലിപ്പയിലേക്ക് ചേർത്തിക്കൊണ്ടാണ് അദ്ദേഹത്തെ അഹ്മദ് ബിൻ ഹംബൽ എന്ന പേര് ചേർത്തിട്ട് വിളിക്കുന്നത്. ഷെയ്ബാനി എന്നത് അദ്ദേഹത്തിന്റെ ഗോത്രമാണ്. അദ്ദേഹത്തിന്റെ ഗോത്രത്തിന്റെ പേരാണ് ഷെയ്ബാനി എന്നത്. അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ നാട്ടിലേക്ക് ചേർത്തിക്കൊണ്ട് അദ്ദേഹത്തെ മർവസി എന്ന് വിളിക്കാറുണ്ട്, നിസ്ബ ചെയ്ത് പറയാറുണ്ട്. അതേപോലെ തന്നെ ബാഗ്ദാദിൽ ജനിച്ച് വളർന്ന് പഠിച്ചതുകൊണ്ട് ആ അർത്ഥത്തിൽ അദ്ദേഹത്തെ ബാഗ്ദാദി എന്നത് അതിലേക്കും ചേർത്തി പറയാറുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ ഉമ്മയാണ് അദ്ദേഹത്തെ വളർത്തിയത് എന്നുള്ളത് നമ്മൾ പറഞ്ഞു. അദ്ദേഹത്തിന്റെ നസബിനെ സംബന്ധിച്ചിടത്തോളം പണ്ഡിതന്മാർ പറഞ്ഞത് അദ്ദേഹത്തിന്റെ നസബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നസബിലേക്ക് എത്തിച്ചേരുന്നു എന്നുള്ളതാണ്. പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. ദഹബി റഹ്മത്തുള്ളാഹി അലൈഹി അതിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ അബൂബക്കർ അൽ ഖതീബ് റഹ്മത്തുള്ളാഹി അലൈഹി ആരൊക്കെ പറഞ്ഞത് അദ്ദേഹത്തിന്റെ നസബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നസബിലേക്ക് ചെന്ന് ചേരുന്നു എന്നുള്ളതാണ്. അപ്പോ ഇതൊക്കെ അദ്ദേഹത്തിന്റെ സംബന്ധിച്ചുള്ള ഇൽമാണ്. ഇതൊക്കെ നമ്മൾ അദ്ദേഹത്തെ കുറിച്ച് അറിയേണ്ടതുണ്ട്. വളരെ ചെറുപ്പം മുതൽ തന്നെ അദ്ദേഹം ഇൽമു പഠിച്ചു. അതിന് അദ്ദേഹത്തിന് നല്ല താല്പര്യമായിരുന്നു. അതിൽ യാത്ര ചെയ്യാനും ത്യാഗങ്ങൾ സഹിക്കാനും പ്രയാസങ്ങൾ സഹിക്കാനൊക്കെ അദ്ദേഹം സന്നദ്ധനായിരുന്നു. അദ്ദേഹത്തിന്റെ ലക്ഷ്യം തന്നെ അതായിരുന്നു. അതുകൊണ്ട് തന്നെ 15-16 വയസ്സ് മുതൽ അദ്ദേഹം ഹദീസ് പഠനം ആരംഭിച്ചിട്ടുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള യാത്രകൾ അദ്ദേഹം ഒരുപാട് നിർവഹിച്ചിട്ടുണ്ട്. അദ്ദേഹം ആദ്യമായി ഇൽമു സ്വീകരിച്ചത് ഖാദി അബൂ യൂസുഫിൽ നിന്നായിരുന്നു എന്നുള്ള ചില റിവായത്തുകൾ നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ പഠനത്തിന് വേണ്ടി അത് മനസ്സിലാക്കി വെക്കുക. ഖാദി അബൂ യൂസുഫ്
അദ്ദേഹത്തിന്റെ പേര് ചരിത്രത്തിൽ പ്രസിദ്ധമാണ്. ഇമാം അബു ഹനീഫ തുൽ കൂഫി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ശിഷ്യന്മാരിൽ പ്രഗൽഭനാണ് ഖാളി അബൂ യൂസുഫ്. ചില റിവായത്തുകൾ അനുസരിച്ച് അദ്ദേഹം ആദ്യം ഇൽമ് സ്വീകരിച്ചിട്ടുള്ളത് അദ്ദേഹത്തിൽ നിന്നാണ്. അതേപോലെ തന്നെ മറ്റൊരാളാണ് ഹുഷൈം ബിൻ ബഷീർ. പ്രഗൽഭനാണ്, മുഹദ്ദിസാണ്, പണ്ഡിതനാണ്. ഹുഷൈം ബിൻ ബഷീർ അദ്ദേഹത്തിന്റെ കൂടെ വർഷങ്ങളോളം അദ്ദേഹം താമസിച്ചിട്ടുണ്ട്. മരണം വരെ അദ്ദേഹത്തിന്റെ കൂടെ കൂടി എന്നാണ് ചരിത്രത്തിന്റെ ഗ്രന്ഥങ്ങൾ നമ്മൾക്ക് പഠിപ്പിച്ചിരുന്നത്. അതിനുശേഷം പിന്നീട് അദ്ദേഹം ദീർഘമായ യാത്രകൾ നടത്തി. ധാരാളം രാജ്യങ്ങളിലൂടെ അദ്ദേഹം ചുറ്റി സഞ്ചരിച്ചു. ദുനിയാവ് മുഴുവൻ സഞ്ചരിച്ചു എന്നാണ് ചരിത്രത്തിന്റെ ഗ്രന്ഥങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇത് 4 മദ്ഹബിന്റെ ഇമാമുകളിൽ ഇമാം ഷാഫി ഇതേപോലെ തന്നെ ഒരുപാട് നാടുകൾ ചുറ്റിക്കറങ്ങി ഇൽമ് സമ്പാദിച്ചിട്ടുണ്ട്. ഇതേപോലെ തന്നെയാണ് ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രവും. കൂഫ, ബസ്വറ, ഹിജാസ്, മക്ക, മദീന, യമൻ, ഷാം, മഗ്രിബ്, ഇതേപോലെ തന്നെ അങ്ങനെ പല നാടുകളിലും അദ്ദേഹം പല പ്രാവശ്യം സഞ്ചരിച്ചിട്ടുണ്ട്. പല തവണ അദ്ദേഹം ഈ നാടുകളിലേക്ക് യാത്ര പോയിട്ടുണ്ട്. പിന്നീട് അദ്ദേഹം തന്റെ സ്വന്തം നാടായ ബാഗ്ദാദിലേക്ക് തിരിച്ചു വന്നു. ജനങ്ങൾക്ക് ഇൽമു പഠിപ്പിക്കാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ പ്രഗൽഭരായ പണ്ഡിതന്മാരിൽ നിന്നും ഇൽമു സ്വീകരിക്കാനുള്ള അതിമഹത്തായ സൗഭാഗ്യം ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹിക്ക് ലഭിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് അനുസരിച്ചിട്ട് സഹാബത്ത്, താബിഈങ്ങൾ, തബഉൽ അത്ബാ, അതായത് തബഉ താബിഈങ്ങൾ, ആ തബഉൽ അത്ബായിൽ നിന്ന് ഇൽമു സ്വീകരിച്ചവരുടെ കൂട്ടത്തിൽ കിബാറുകളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രഗൽഭനാണ് ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. തബഉൽ അത്ബായിൽ നിന്ന് ഇൽമു സ്വീകരിച്ച കിബാറുകളുടെ കൂട്ടത്തിലെ പ്രഗൽഭനാണ് ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി. ഇമാം അഹ്മദിന്റെ ഉസ്താദുമാരിൽ ചിലർ വളരെ പ്രസിദ്ധരായ ആളുകളാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു ഖാളി അബൂ യൂസുഫ്, അതേപോലെ തന്നെ ഹുഷൈം ബിൻ ബഷീർ, സുഫിയാൻ ബിൻ ഉയൈന, ബിശ്ർ ബിൻ അൽ മുഫല്ലൽ, നദർ ബിൻ ഇസ്മായിൽ അൽ ബജലി, വൽ വലീദ് ബിൻ മുസ്ലിം, വയസീദ് ബിൻ ഹാറൂൻ, വഖിയ. അങ്ങനെ ഒരുപാട് പ്രസിദ്ധരായ ആളുകളാണ് ഇവരൊക്കെ തന്നെ. അപ്പൊ ഇവരിൽ നിന്നൊക്കെ അദ്ദേഹം ഇൽമു സ്വീകരിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ മുസന്നഫിന്റെ കർത്താവായ അബ്ദുർ റസാഖ്, അദ്ദേഹത്തിൽ നിന്നും ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി ഇൽമു സ്വീകരിച്ചിട്ടുണ്ട്. ഇതേപോലെ തന്നെ പ്രഗൽഭരായ പലരും ഇമാം അഹ്മദ് ബിൻ ഹംബലിന്റെ ശിഷ്യന്മാരാണ് എന്നുള്ളത് നമ്മൾ ഓർത്തു വെക്കേണ്ടതുണ്ട്. പ്രഗൽഭരായ മുഹദ്ദിസീങ്ങളിൽ പലരും ഇമാം അഹ്മദിന്റെ ശിഷ്യന്മാരാണ്. അവരിൽപ്പെട്ട പ്രഗൽഭരാണ് ഇമാം ബുഖാരി, അതേപോലെ തന്നെ മുസ്ലിം. നേരത്തെ നമ്മൾ പറഞ്ഞു ഇമാം അഹ്മദ് ബിൻ ഹംബലിന്റെ ഉസ്താദുമാരെ കുറിച്ച്. അവരിൽ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി ഉൾപ്പെടുന്നുണ്ട്. അബ്ദുർ റസാഖിനെ പോലെ തന്നെ ഇമാം ഷാഫി ഇമാം അഹ്മദിന്റെ ഉസ്താദാണ്, ഗുരുനാഥനാണ് ഇമാം ഷാഫി. അപ്പൊ അദ്ദേഹത്തിന്റെ ഇമാം അഹ്മദിന്റെ ശിഷ്യന്മാരിൽ പ്രഗൽഭനാണ് ഇമാം ബുഖാരി, അതേപോലെ തന്നെ ഇമാം മുസ്ലിം.
അതേപോലെ അബൂദാവൂദ്, നസായി, തിർമിദി, ഇബ്നു മാജ, ഇതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ 2 മക്കൾ സ്വാലിഹും അബ്ദുള്ളയും, രണ്ടുപേരും പണ്ഡിതന്മാരാണ്. ഈ 2 മക്കളല്ലാത്ത മറ്റു മക്കളും ഇമാം അഹ്മദ് ബിൻ ഹംബലിന് ഉണ്ടായിട്ടുണ്ട്. അവരിൽ വളരെ അറിയപ്പെട്ട പണ്ഡിതന്മാരാണ് സ്വാലിഹ്, അബ്ദുള്ള. അതേപോലെ തന്നെ ഇവരൊക്കെ അദ്ദേഹത്തിൽ നിന്ന് ഹദീസുകൾ ഉദ്ധരിച്ചിട്ടുണ്ട്. യഹ്യ ഇബ്നു മഈൻ, അബൂ സറഅ, ഇബ്രാഹിമുൽ ഹർബി, ഇവരൊക്കെ തന്നെ. അതേപോലെ തന്നെ ഇമാം ഷാഫി പോലും. അപ്പൊ ഇത്രത്തോളം പ്രഗത്ഭന്മാരായ ഗുരുനാഥന്മാരാണ് ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹിക്കുള്ളത്. അതേപോലെ തന്നെ അതിനേക്കാൾ പ്രഗത്ഭരായ ശിഷ്യന്മാരാണ് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ളത്. ഇമാം ബുഖാരി, മുസ്ലിം, അബൂദാവൂദ് ഇവരൊക്കെ തന്നെ അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരാണ്. അപ്പൊ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന്റെ 15-16 വയസ്സ് മുതൽ അദ്ദേഹം ഹദീസ് പഠനം ആരംഭിച്ചു. അതിനുവേണ്ടി ദീർഘമായ യാത്രകൾ അദ്ദേഹം ചെയ്തിരുന്നു എന്നത് നമ്മൾ വിശദീകരിച്ചു. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു യാത്ര നമ്മുടെ മനസ്സിൽ ആവേശമുണ്ടാക്കുന്ന, നമുക്ക് പാഠമുണ്ടാക്കുന്ന ഒരു സംഭവമാണ്. അദ്ദേഹം നേരത്തെ പറഞ്ഞ മുസന്നഫിന്റെ കർത്താവായ അബ്ദുർ റസാഖ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് യാത്ര പോയ സംഭവം. അദ്ദേഹം യമനിലാണ്. ബാഗ്ദാദിൽ നിന്നും അദ്ദേഹം യമനിലേക്ക് പുറപ്പെടുകയാണ് അദ്ദേഹത്തിൽ നിന്ന് ഹദീസുകൾ പഠിക്കുന്നതിന് വേണ്ടി. പ്രഗത്ഭനായ യഹ്യ ഇബ്നു മഈൻ അതിനെ സംബന്ധിച്ച് വിശദീകരിക്കുന്നുണ്ട്. ഖറജ്ന ഇല അബ്ദുർ റസാഖ് ഇലൽ യമൻ, ഞങ്ങൾ യമനിലേക്ക് അബ്ദുർ റസാഖിനെ കണ്ടുമുട്ടുന്നതിന് വേണ്ടി ഞങ്ങൾ പുറപ്പെട്ടു. ഞങ്ങൾ മക്കയിലൂടെ ആയിരുന്നു യാത്ര പോയത്. അങ്ങനെ ഞങ്ങൾ മക്കയിലെത്തി തവാഫ് ചെയ്തുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ അബ്ദുർ റസാഖ് അവിടെ എത്തിയിട്ടുണ്ട്. അങ്ങനെ ഞാൻ അദ്ദേഹത്തോട് സലാം പറഞ്ഞു. എന്നിട്ട് ഇമാം അഹ്മദിനെ പരിചയപ്പെടുത്തി കൊടുത്തു. ഫഖാല അബ്ദുർ റസാഖ് ഹയ്യാഹുല്ലാഹ്, അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. എന്നിട്ട് ഇമാം അഹ്മദ് ബിൻ ഹംബലിനെ കുറിച്ച് പറഞ്ഞു. ഫഇന്നഹു ബലഗനി അൻഹു കുല്ലു ജമീൽ, അദ്ദേഹത്തെ കുറിച്ചുള്ള എല്ലാ നല്ല വിവരങ്ങളും എനിക്ക് എത്തിയിട്ടുണ്ട്. വളരെ ചെറുപ്പത്തിൽ തന്നെ പ്രശസ്തനായിരുന്നു ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി. ഹദീസിന്റെ രംഗത്ത്, ഫിഖ്ഹ് രംഗത്ത്, അതേപോലെ തന്നെ ജർഹ് വ തഅദീൽ, ഭാഷാപരമായ രംഗത്ത്, ഇതിലൊക്കെ അദ്ദേഹം നിപുണനായിരുന്നു, സമർത്ഥനായിരുന്നു. അപ്പൊ അബ്ദുർ റസാഖ് അദ്ദേഹത്തെ സനാ ചെയ്തുകൊണ്ട് സംസാരിച്ചു. അപ്പൊ അബ്ദുർ റസാഖിനെ മക്കയിൽ വെച്ച് കണ്ടുമുട്ടിയപ്പോൾ എനിക്ക് സന്തോഷമായി. ഇമാം അഹ്മദിനോട് ഞാൻ പറഞ്ഞു, ഖദ് ഖറബല്ലാഹു ഖുത്വാന വഗഫിറത അലൈന അന്നഫഖ വഅറാഹന മിൻ മസീറത്തി ഷഹരിൻ, അല്ലാഹു നമുക്ക് അനുഗ്രഹം ചെയ്തിരിക്കുന്നു. നമുക്ക് ദീർഘമായ ദൂരം ഇനി സഞ്ചരിക്കേണ്ടതില്ല. ഏതാണ്ട് 1 മാസത്തെ ദൂരം സഞ്ചരിക്കേണ്ടിയിരുന്നു. പക്ഷെ അല്ലാഹു മഹത്തായ അനുഗ്രഹം നമുക്ക് ചെയ്തിരിക്കുന്നു. അബ്ദുർ റസാഖിനെ നമ്മൾ ഇവിടെ വെച്ച് കണ്ടുമുട്ടിയിരിക്കുന്നു. പക്ഷെ ഇമാം അഹ്മദ് ബിൻ ഹംബൽ അതിന് തൃപ്തിപ്പെട്ടില്ല. അദ്ദേഹം പറഞ്ഞത്, ഇന്നി നവൈതു ബി ബാഗ്ദാദ് അൻ അസ്മഅ അൻഹു ബിസൻആ, ഞാൻ ബാഗ്ദാദിൽ നിന്ന് പുറപ്പെട്ടത് അദ്ദേഹത്തിന്റെ നാട്ടിൽ ചെന്ന് അദ്ദേഹത്തെ കണ്ട് ഇൽമു സ്വീകരിക്കാനാണ്. സൻആയിലാണ് അദ്ദേഹം ഉള്ളത്. അദ്ദേഹത്തിന്റെ അടുത്ത് ചെന്ന് അദ്ദേഹത്തിൽ നിന്ന് ഇൽമു സ്വീകരിക്കാനാണ് എന്റെ നിയ്യത്ത്. വല്ലാഹി ലാ ഖയ്യർതു നിയ്യതി, അതുകൊണ്ട് എന്റെ നിയ്യത്തിന് ഇനി ഞാൻ മാറ്റുന്ന പ്രശ്നമില്ല. അല്ലാഹ് തന്നെയാണ് സത്യം, ഇനി ഒരിക്കലും എന്റെ നിയ്യത്ത് ഞാൻ മാറ്റാൻ പോകുന്നില്ല. ഇമാം അഹ്മദ് ബിൻ ഹംബലിന്റെ താല്പര്യമാണ്, ഇൽമിനോടുള്ള താല്പര്യം. ഏതാണ്ട് 1 മാസത്തെ വഴിദൂരം ദീർഘമായി സഞ്ചരിച്ചിട്ട് വേണം മക്കയിൽ നിന്നും യമനിലേക്ക് എത്താൻ. പക്ഷെ അദ്ദേഹം ആ ത്യാഗത്തിന് സന്നദ്ധനാകുന്നു. അങ്ങനെ യഹ്യ ഇബ്നു മഈൻ
ഫഖറജ്ന ഇലാ സൻആ ഫനഫദത് നഫഖതുഹു. അങ്ങനെ ഞങ്ങൾ സൻആയിലേക്ക് പുറപ്പെട്ടു. അങ്ങനെ അദ്ദേഹത്തിന്റെ നഫഖത്ത് സൗകര്യങ്ങളെല്ലാം തീർന്നുപോയി. ഫഅറദ അലൈന അബ്ദുറസാഖ് ദറാഹിമുൻ കസീറ ഫലം യഖ്ബൽഹ. അപ്പോൾ ഞങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടി അബ്ദുറസാഖ് റഹ്മത്തുള്ളാഹി അലൈഹി ദിർഹമുകൾ ഞങ്ങൾക്ക് നൽകിയെങ്കിലും അദ്ദേഹം അതുപോലും സ്വീകരിച്ചില്ല. ഇമാം അഹ്മദ് ബിൻ ഹംബലിന്റെ ചരിത്രം നമ്മുടെ മനസ്സിന് യഥാർത്ഥത്തിൽ ഈ രംഗത്ത് എത്രത്തോളം ത്യാഗം അദ്ദേഹം സഹിച്ചിട്ടുണ്ട് എന്നത് മനസ്സിലാക്കാൻ നമുക്ക് ഉപകരിക്കും. ഇന്നത്തെ കാലഘട്ടത്തിൽ ഇൽമിനോടുള്ള താല്പര്യം കുറഞ്ഞു വരികയാണ് ആളുകൾക്ക്. ഇൽമു പഠിക്കാൻ, ദീന് പഠിക്കാൻ, ഹദീസ് പഠിക്കാൻ, ആയത്ത് പഠിക്കാൻ ഒക്കെ താല്പര്യം കുറഞ്ഞു വരുന്ന ഈ കാലഘട്ടത്തിൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള ഈ ചരിത്രം നമുക്ക് പാഠമാകേണ്ടതുണ്ട്. ഈ പ്രയാസങ്ങൾ സഹിച്ചുകൊണ്ടാണ് ഈ മദ്ഹബിന്റെ ഇമാമുകളും ഈ അഹ്ലുസുന്നന്റെ ഇമാമികളൊക്കെ ഇൽമു നേടുന്നത്, അവർ നമുക്ക് ദീൻ എത്തിച്ചു തന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ യാത്രയിലെ എല്ലാം തീർന്നു പോയി എന്നുള്ളതാ. അബ്ദുറസാഖ് കുറച്ച് പൈസ കൊടുത്തെങ്കിൽ അതുപോലും ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹിലേക്ക് സ്വീകരിച്ചില്ല എന്നുള്ളതാണ് ചരിത്രം പറയുന്നത്. എന്നിട്ട് വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിന്റെ കൂടെ കൂടി. എന്നിട്ട് ആ യാത്രയിൽ ഒരുപാട് ഇൽമുകൾ അദ്ദേഹം നേടി. പിന്നീട് ആ സംഭവത്തിന്റെ അവസാന ഭാഗത്ത് നമുക്ക് കാണാം അഹ്മദ് ദൗറഖി, ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി തിരിച്ചു വന്നതിന് ശേഷം അഹ്മദ് ദൗറഖി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തോട് ചോദിച്ചു. അദ്ദേഹത്തിന് ഭയങ്കര പ്രയാസമുണ്ടായിട്ടുണ്ട് എന്നുള്ളത് അദ്ദേഹം മനസ്സിലാക്കി. റഅയ്തു ബിഹി ശുഹൂബൻ മക്ക വഖദ് തബയ്യന അലൈഹി അന്ന സബവ തഅബ്. വളരെയധികം ക്ഷീണം, പ്രയാസം. കാരണം ദീർഘമായ യാത്രയാണ്. നമ്മുടെ സലഫുകളായ നമ്മുടെ പൂർവികരുടെ ജീവിതം പരിശോധിക്കുമ്പോൾ ഇൽമിന് വേണ്ടിയിട്ടുള്ള അവരുടെ ആ ത്യാഗം നമുക്ക് ശരിക്കും അത്ഭുതം ഉണ്ടാകും. അപ്പൊ എന്താണെങ്കിലും അഹ്മദ് അദ്ദൗറഖി റഹ്മത്തുള്ളാഹി അലൈഹി ഇമാം അഹ്മദ് ബിൻ ഹംബലിന്റെ ഈ പ്രയാസങ്ങളും വിഷമങ്ങളും ഒക്കെ അദ്ദേഹം കണ്ടപ്പോ ഫകല്ലംതുഹു, അദ്ദേഹം പറയുന്നു, ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചു. താങ്കൾക്ക് വല്ലാത്ത ബുദ്ധിമുട്ടായി, പ്രയാസം ആയിട്ടുണ്ടല്ലോ, താങ്കൾ നല്ലോണം ബുദ്ധിമുട്ടിയിട്ടുണ്ടല്ലോ. ഫഖാല, ആ സന്ദർഭത്തിൽ മഹാനായ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ മറുപടി ഹയ്യിനുൻ ഫീമസ്തഫദനാഹു മിൻ അബ്ദുറസാഖ്. അബ്ദുറസാഖിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുള്ള ഇൽമ്, അതിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഈ പ്രയാസങ്ങളെല്ലാം വളരെ നിസ്സാരം. എത്ര നിസ്സാരമാണ്. അദ്ദേഹത്തിന്റെ പദപ്രയോഗം തന്നെ അങ്ങനെയാണ്. ഹയ്യിനുൻ ഫീമാ ഇസ്തഫദനാഹു മിൻ അബ്ദുറസാഖ്. അബ്ദുറസാഖിൽ നിന്ന് നമുക്ക് ലഭിച്ചിട്ടുള്ള ആ ഇൽമ് വെച്ച് നോക്കുമ്പോൾ നമ്മൾ സഹിച്ച പ്രയാസം എത്ര നിസ്സാരമാണ്. ഇത് സിയർ അലാമിൻ നുബലായിൽ ഈ സംഭവം നമുക്ക് കാണാൻ സാധിക്കും. അപ്പോ ഇത്രത്തോളം പ്രയാസങ്ങൾ സഹിച്ചിട്ടായിരുന്നു ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി ഹദീസുകൾ ശേഖരിച്ചത്. അദ്ദേഹം ഹദീസുകൾ സ്വീകരിച്ചു എന്നുള്ളത് മാത്രമല്ല, ഈ ഹദീസുകളൊക്കെ അദ്ദേഹം മനഃപ്പാഠമാക്കി. ഹിഫ്ലാക്കാനുള്ള അപാരമായ സാമർഥ്യവും കഴിവും ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹിക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അദ്ദേഹം കേൾക്കുന്ന ഹദീസുകളൊക്കെ തന്നെ, ഉസ്താദുമാരിൽ നിന്ന് അദ്ദേഹം കേൾക്കുന്ന ഹദീസുകൾ ആ സദസ്സിൽ വെച്ചുകൊണ്ട് തന്നെ അദ്ദേഹം ഹിഫ്ലാക്കുകയാണ്. അദ്ദേഹത്തോട് അദ്ദേഹത്തിന്റെ സമകാലികരായ പല ആളുകളും ഇതിനെ സംബന്ധിച്ച് ചോദിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഈ ഹിഫ്ലാക്കാനുള്ള, ഈ മനഃപ്പാഠമാക്കാനുള്ള അതിനെ സംബന്ധിച്ച്. ഹാഫിൽ അബൂ സുർഅ അദ്ദേഹം ഇമാം അഹ്മദ് ബിൻ ഹംബലിന്റെ പുത്രനോട്, അബ്ദുള്ളയോട് ചോദിച്ചു, അബൂക യഹ്ഫദു അൽഫ് ഹദീസ്, താങ്കളുടെ പിതാവിന് ആയിരക്കണക്കിന് ഹദീസുകൾ മനഃപ്പാഠമുണ്ടല്ലോ. അപ്പൊ ഇതെങ്ങനെ അറിഞ്ഞു എന്ന് അദ്ദേഹത്തോട് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത്, മുതിർന്ന കിബാറുകളിൽപ്പെട്ട പണ്ഡിതന്മാരിൽ നിന്ന് ഞാനത് മനസ്സിലാക്കി എന്നുള്ളതാണ്. അപ്പൊ ആയിരക്കണക്കിന് ഹദീസുകൾ അദ്ദേഹത്തിന് മനഃപ്പാഠമുണ്ടായിരുന്നു, സനദുകളടക്കം.
അതേപോലെ തന്നെ അതിന്റെ മത്തിനുകളടക്കം അത് അദ്ദേഹത്തിന്റെ മകനോട് അദ്ദേഹത്തെ സംസാരിക്കുന്നതിൽ കാണാം. ചില അദ്ദേഹത്തിന്റെ ആ ഹിഫ്ള് എത്രത്തോളം ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുന്ന ചില സംഭവങ്ങൾ അദ്ദേഹം തന്റെ മകൻ അബ്ദുള്ളയോട് പറഞ്ഞു, ഖുദ് അയ്യു കിതാബിൻ ശിഅ്ത മിൻ കുതുബി വഖയ, നിനക്ക് ഇഷ്ടമുള്ള ഗ്രന്ഥം നീ എടുക്ക്. വഖയിന്റെ കിതാബോ ഏത് കിതാബോ ആകട്ടെ. ഫൈൻ ശിഅ്ത അൻ തസ്അലനി അനിൽ കലാമി ഹത്താ ഖുബറക ബിൽ ഇസ്നാദി, നീ എന്നോട് അതിന്റെ സനദുകളെ കുറിച്ച് ചോദിച്ചാൽ അതിന്റെ സനദുകൾ ഞാൻ നിനക്ക് പറഞ്ഞു തരാം. ഇനി അതല്ല അതിന്റെ മത്തിനുകളെ കുറിച്ചാണോ ഞാൻ നിനക്ക് പറഞ്ഞു തരേണ്ടത്, അതിന്റെ മത്തിനുകളെ കുറിച്ച് ഞാൻ നിനക്ക് പറഞ്ഞു തരാം. അപ്പൊ എത്രത്തോളം ഹിഫ്ളാക്കാനുള്ള അപാരമായ കഴിവുള്ള മഹാനായ അപാരമായ പാണ്ഡിത്യമുള്ള ഒരു മഹാനാണ് ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി. നമ്മൾ നേരത്തെ പറഞ്ഞു ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ ഗുരുനാഥനാണ്. പക്ഷെ അദ്ദേഹം പോലും ഇമാം അഹ്മദ് ബിൻ ഹംബലിനെ വളരെയധികം പുകഴ്ത്തിക്കൊണ്ട് സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞത്, യാ അബൂ അബ്ദില്ല ഇദാ സഹ ഇൻദകുമുൽ ഹദീസ്, അല്ലയോ അബൂ അബ്ദില്ല, ഇദാ സഹ ഇൻദകുമുൽ ഹദീസ, ഹദീസ് ഏതെങ്കിലും ഒരു ഹദീസ് നിങ്ങൾക്ക് സ്വഹീഹായി ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഫഅഖ്ബിറൂനി, എന്നെ നിങ്ങൾ വിവരം അറിയിക്കണം. ഹത്താ നർജിഅ ഇലൈഹി, ആ ഹദീസിലേക്ക് മടങ്ങുന്നതിന് വേണ്ടി. അൻത അലം ബിൽ അഖ്ബാരി സിഹാഹി മിന്ന, അൻത അലം ബിൽ അഖ്ബാരി സിഹാഹി മിന്ന, സ്വഹീഹായ ഹദീസുകളെ കുറിച്ച് ഞങ്ങളെക്കാൾ അറിവുള്ളവൻ ഇൽമുള്ളവൻ താങ്കളാണ്. ഇവിടെ നമുക്ക് മാതൃകയാണ്. പണ്ഡിതന്മാർക്കിടയിൽ വളർന്നു വരേണ്ടത് ഇൽമിന്റെ അടിസ്ഥാനത്തിലുള്ള സ്നേഹമായിരിക്കണം, ഗൗരവതരമായ ചർച്ചകളായിരിക്കണം, ഇൽമ് നേടലും അത് പകർന്നു കൊടുക്കലുമായിരിക്കണം. അസൂയയും വിദ്വേഷവും പകയും അതിന്ന് പണ്ഡിതന്മാർക്കിടയിൽ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഈ ചരിത്രം വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്തരത്തിലുള്ള കാര്യങ്ങളെ കുറിച്ചാണ്. ഇവിടെ ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ശിഷ്യനാണ് ഇമാം അഹ്മദ് ബിൻ ഹംബൽ. പക്ഷെ ഗുരുനാഥൻ ശിഷ്യനോട് പറയണം, സ്വഹീഹായ ഒരു ഹദീസ് നിങ്ങൾക്ക് ലഭിച്ചാൽ ആ ഹദീസിനെ സംബന്ധിച്ച് എനിക്ക് പറഞ്ഞു തരണം. കാരണം സ്വഹീഹായ ഹദീസുകളെ കുറിച്ച് ഞങ്ങളെക്കാൾ കൂടുതൽ അറിവുള്ളവൻ താങ്കളാണ്. അതുകൊണ്ട് ഫൈദാ കാന ഖബറുൻ സ്വഹീഹുൻ ഫഅലിംനി ഹത്താ അദാബ ഇലൈഹി, അതുകൊണ്ട് സ്വഹീഹായ വല്ല ഖബറും ഉണ്ട് എന്ന വിവരം ലഭിച്ചാൽ താങ്കൾ അതിനെക്കുറിച്ച് ഫഅലിംനി, എനിക്ക് അറിയിച്ചു തരണം. ഹത്താ അദ്ഹബ ഇലൈഹി, എനിക്ക് അതിനനുസരിച്ച് അമൽ ചെയ്യാൻ, ആ ഹദീസ് സ്വീകരിച്ച് അതിനനുസരിച്ച് അമൽ ചെയ്യാൻ എനിക്കത് പറഞ്ഞു തരണം എന്നുള്ളത് ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി പറയണം. അപ്പൊ എത്രത്തോളം ഇൽമിന്റെ അപാരമായ അറിവിന്റെ ഉടമയായിരുന്നു ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി. പക്ഷെ എന്നിരുന്നാൽ പോലും ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങൾക്കും ഫത്വ കൊടുക്കുന്ന ഒരു സ്വഭാവം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. അതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട സംഗതികളാണ്. ഇന്ന് എന്ത് ചോദ്യങ്ങൾ ചോദിച്ചാലും അതിനൊക്കെ ഉത്തരം കൊടുക്കുന്ന ആളായിരിക്കും ആലിമ്. പക്ഷെ നമ്മുടെ പൂർവികരുടെ സലഫുകളുടെ ചരിത്രത്തിൽ അത്തരത്തിലുള്ള ഒരു രീതിയല്ല നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ചരിത്രത്തിലും നമുക്കത് കാണാം. ഇമാം അബൂദാവൂദ് ഇമാം അഹ്മദിന്റെ പ്രഗത്ഭനായ ശിഷ്യനാണ്. അദ്ദേഹം കുറെ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. സായിലുൽ അത് കാണാം. അതിൽ അദ്ദേഹം ഇമാം അബൂദാവൂദ് റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്, മാ അഹ്സാമാ സമീഅതു അഹ്മദ് സുഇല അൻ കസീരി മിമ്മാ ഫീഹിൽ ഇഖ്തിലാഫ് ഫിൽ ഇൽമി ഫയഖൂലു ലാ അദ്രി. അദ്ദേഹത്തിനോട് അധിക മസ്അലകളെ കുറിച്ചും ചോദിക്കുന്ന സന്ദർഭങ്ങളിലെല്ലാം ഇഖ്തിലാഫുള്ള വിഷയങ്ങൾ അതിനെ സംബന്ധിച്ച് ചോദിക്കുന്ന സന്ദർഭങ്ങളിലെല്ലാം ഇമാം അഹ്മദ് പറയാറുണ്ടായിരുന്നത് ലാ അദ്രി, എനിക്ക് അതിനെ സംബന്ധിച്ച് അറിയില്ല എന്നുള്ളതായിരുന്നു. എനിക്കതിനെ സംബന്ധിച്ച് അറിയില്ല എന്നുള്ളതായിരുന്നു. ഇതേപോലെ തന്നെ അദ്ദേഹം മറ്റൊരു സംഭവം ഉദ്ധരിക്കുന്നത്, മഗ്രിബിൽ നിന്ന് വന്ന ഒരാൾ അദ്ദേഹത്തോട്
ചില ചോദ്യങ്ങൾ ചോദിച്ചു. ആ ചോദ്യങ്ങൾ ചോദിച്ച സന്ദർഭത്തിൽ അദ്ദേഹം പറഞ്ഞു, ലാ അദ്രി, എനിക്കതിനെ സംബന്ധിച്ച് അറിയില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ആ ചോദ്യകർത്താവ് ഇന്നത് കേട്ടപ്പോൾ അത്ഭുതമായി. അദ്ദേഹം പറഞ്ഞു, യാ അബാ അബ്ദില്ല തഖൂൽ ലാ അദ്രി, താങ്കൾ ലാ അദ്രി എന്ന് പറയുന്നു. താങ്കളെപ്പോലുള്ള ഒരു പണ്ഡിതൻ, ഒരു ഇമാം, അദ്ദേഹത്തിന് അത് അത്ഭുതമായി. ഖാല, ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, നഅം അദ ലാ അദ്രി ഫഅബ്ലിഗ് മിൻ വറായിക് അന്നി ലാ അദ്രി. അതുകൊണ്ട് നിന്നെ ഈ ചോദ്യം ചോദിക്കാൻ അയച്ചവരോട് നീ പറഞ്ഞു കൊടുത്തേക്കണം, ഇമാം അഹ്മദ് അറിവില്ലാത്തവനാണ് എന്ന് പറഞ്ഞു കൊടുത്തേക്കണം. ഈ രൂപത്തിലുള്ള ഒരുപാട് റിവായത്തുകൾ അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ മതപരമായ വിഷയങ്ങൾ സംസാരിക്കുമ്പോൾ, കാരണം ഇത് ദീനാണ്, വഹയ്യാണ്, ആ കാര്യം സംസാരിക്കുമ്പോൾ സൂക്ഷിക്കേണ്ടതുണ്ട്. ഹദീസുകൾ ധാരാളം മനഃപ്പാടമുള്ള മഹാപണ്ഡിതനായ അഹ്ലുസുന്നയുടെ ഇമാമായ 4 മദ്ഹബിന്റെ ഇമാമുകളിൽ പ്രഗൽഭനായ ഇമാം അഹ്മദ് ബിൻ ഹംബൽ പോലും പല ചോദ്യങ്ങൾക്കും അദ്ദേഹം പറയാറുണ്ടായിരുന്നത് ലാ അദ്രി, എനിക്ക് അറിയില്ല എന്നതായിരുന്നു. അദ്ദേഹത്തിന്റെ ഉപദേശങ്ങളിൽപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു ഉപദേശം തന്നെ അതാണ്, ഇയ്യാക അൻ തതകല്ലമ ഫീ മസ്അലത്തിൻ ലൈസ ലക ഫീഹാ ഇമാം. ഇയ്യാക അൻ തതകല്ലമ ഫീ മസ്അലത്തിൻ, ഏതൊരു വിഷയമാണെങ്കിലും ആ വിഷയം സംസാരിക്കുന്നതിനെ നീ ഭയപ്പെടണം, നീ സൂക്ഷിക്കണം. ലൈസ ലക ഫീഹാ ഇമാം, അതിന് മുമ്പ് നിനക്ക് മുമ്പൊരു ഇമാമില്ലാതെ, ഒരു മാതൃകയില്ലാതെ, മുൻഗാമികൾ പറഞ്ഞിട്ടില്ലാത്ത ഒരു കാര്യം അത് സംസാരിക്കുന്നതിനെ നീ സൂക്ഷിക്കണം എന്നാണ് ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഫത്വകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്നാൽ ഇത്ര അധികം ഇൽമുണ്ടായിട്ടും അദ്ദേഹത്തിന് ഒരിക്കലും ഒരു അഹങ്കാരത്തിന്റെ ലക്ഷണമോ മറ്റുള്ള ഒന്നും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. അദ്ദേഹം വളരെ സാഹിദ വിരക്തിയുള്ള ആളായിരുന്നു ദുനിയാവിന്റെ കാര്യത്തിൽ. അതേപോലെ തന്നെ അധികാര സ്ഥാനങ്ങളോട് അദ്ദേഹം താല്പര്യം ഉണ്ടായിരുന്നില്ല. അദ്ദേഹം അധ്വാനിച്ച പൈസ കൊണ്ട് മാത്രമായിരുന്നു അദ്ദേഹം ഭക്ഷിച്ചിരുന്നത്. അതല്ലാത്ത സംഭാവനകൾ, സഹായങ്ങൾ അതുപോലും അദ്ദേഹം ആരിൽ നിന്നും സ്വീകരിക്കാറുണ്ടായിരുന്നില്ല. അതൊക്കെ അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ നമുക്ക് കാണാം. ഇത്രത്തോളം അറിവുണ്ടായിരുന്നിട്ടും അദ്ദേഹം അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ അവസാന കാലഘട്ടം വരെ ഇൽമിന്റെ പിന്നാലെ തന്നെ ഇരുന്നു. അവസാനം വരെ അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ നമുക്ക് കാണാം, റഅ റജുലുൻ മഅൽ ഇമാം അഹ്മദ് മിഹ്ബറ ഫഖാല ലഹു, പേനയും പിടിച്ചിട്ട് മഷിയും പിടിച്ചിട്ട് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന, നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഇമാം അഹ്മദിനെ ഇയാൾ കണ്ടു. അദ്ദേഹത്തിന് അത്ഭുതം തോന്നി. അദ്ദേഹം ചോദിച്ചു, യാ അബാ അബ്ദില്ല അൻത ഖദ് ബലഅത ഹാദൽ മബ്ലഗ്, ഇത്ര ഉന്നതമായൊരു സ്ഥാനത്ത് താങ്കൾ എത്തിച്ചേർന്നില്ലേ? ഇൽമിന്റെ മഹോന്നതിയിൽ, ഹദീസുകൾ മനഃപ്പാടമാക്കുന്ന കാര്യത്തിൽ, ഫിഖഹിൽ, ജർഹ് വ തഅദീലിൽ താങ്കൾ നിപുണനായി. താങ്കൾ ഇന്ന് നേടിയ ഈ ആദരവും ബഹുമാനവും എല്ലാം താങ്കൾ നേടി. അൻത ഇമാമുൽ മുസ്ലിമീൻ, മാത്രമല്ല താങ്കൾ മുസ്ലിങ്ങളുടെ ഇമാമാണ്. വമഅകൽ മിഹ്ബറ തഹ്മിലുഹ, എന്നിട്ടും താങ്കൾ ഈ പേനയും എഴുത്തുപോലുമായിട്ട് എങ്ങോട്ടാണ് ഓടുന്നത്? ഖാല, ഇമാം അഹ്മദിന്റെ മറുപടി, മഅൽ മിഹ്ബറ ഇലൽ മഖ്ബറ, ഈ മിഹ്ബറോടുകൂടി, ഈ എഴുത്താണിയോടുകൂടി, പേനയോടുകൂടി, പുസ്തകങ്ങളോടുകൂടി മഖ്ബറയിലേക്ക് പോകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നതാണ് അദ്ദേഹം കൊടുത്ത മറുപടി. ഇതേപോലെ മറ്റു റിവായത്തില് അദ്ദേഹത്തോട് ചോദിച്ചു, യാ അബാ അബ്ദില്ലാ ലാ തസ്തഹി, താങ്കൾക്ക് ലജ്ജയില്ലേ? അദ്ദേഹത്തിന്റെ 2 ചെരുപ്പുകളും കയ്യിൽ പിടിച്ചുകൊണ്ട് ഓടുകയാണ്. അദ്ദേഹത്തിന്റെ വസ്ത്രമൊക്കെ ഒരു കൈ കൊണ്ട് പിടിച്ച് ചെരുപ്പുകൾ കയ്യിലെടുത്തിട്ട് അദ്ദേഹം ഓടിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തോട് ചോദിച്ചു, അലാ തസ്തഹി, താങ്കൾക്ക് ഒരു ലജ്ജ തോന്നുന്നില്ലേ? ഇലാ മത്താ തഅദു മാ ഹൗലായി സിബിയാൻ, ഏതുവരെയാണ് താങ്കൾ ഈ ഓടിക്കൊണ്ടിരിക്കുന്നത് ഈ ചെറുപ്പക്കാരുടെ കൂടെ? ഫഖാല, അദ്ദേഹം പറഞ്ഞത്, ഇലൽ മൗതി, മരണം വരെ. ഇതില് വലിയൊരു പാഠമാണ്. 5 വർഷം 6 കൊല്ലം അറബി കോളേജിൽ എന്തെങ്കിലും അറബി പഠിച്ചാൽ തന്നെ വലിയൊരു ആലിമായി ഞാനെല്ലാം തികഞ്ഞവനാണ്, ചോദിക്കുന്നതിനൊക്കെ ഉത്തരം കൊടുക്കുന്ന
അല്ലെങ്കിൽ ഞാൻ പണ്ഡിതനാണ് എന്ന് അഭിമാനിക്കുന്ന ഒക്കെയുള്ള ഒരു തിരുത്താണ് യഥാർത്ഥത്തിൽ ഇമാം അഹ്മദ് ബിൻ ഹംബലിന്റെ ജീവിതം നമുക്ക് നൽകുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പൊ ഇത്രത്തോളം അഗാധമായ പാണ്ഡിത്യമായിരുന്നു ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹിക്ക് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇമാം സുന്ന എന്ന പേരിലാണ് അറിയപ്പെട്ടത്. സുന്നത്ത് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് നമ്മൾ ആ ഫിഖയിൽ പഠിച്ചിട്ടുള്ള സുന്നത്തല്ല, മറിച്ച് ഇസ്ലാമാണ്, അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയമാണ്, ആദർശമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ചരിത്രത്തിൽ ഇമാം അഹ്മദ് ബിൻ ഹംബൽ അറിയപ്പെട്ടത് ആ പേരിലാണ്. ഇമാം ദഹബി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തെ വിളിച്ചത് ഷെയ്ഖുൽ ഇസ്ലാം എന്നതാണ്. ഇമാം അഹ്മദ് ബിൻ ഹംബലിനെ വിളിച്ചിട്ടുള്ളത്, വിശേഷിപ്പിച്ചിട്ടുള്ളത് ഷെയ്ഖുൽ ഇസ്ലാമാണ്, ഇമാമാണ്. ഇങ്ങനെ ഒരുപാട് വിശേഷണങ്ങൾ അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് ഇമാമു അഹ്ലുസുന്നത്തി വൽ ജമാഅ, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ഇമാമാണ്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള സുന്നത്ത് എന്നുള്ളത് കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഈ ആശയമാണ്, ഈ ആദർശമാണ്, ആ മൻഹജാണ് യഥാർത്ഥത്തിൽ. അതിനെ സ്ഥാപിച്ച, അതിന് ബിദ്അത്തുകൾക്കെതിരെ ശക്തമായി പോരാടിയത് കൊണ്ടാണ് യഥാർത്ഥത്തിൽ അങ്ങനെ അദ്ദേഹത്തിന്റെ ഒരു പേര് വന്നത്. പ്രത്യേകിച്ചും ഖുർആൻ സൃഷ്ടിയാണോ എന്ന വാദവുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ടായ സംഭവങ്ങൾ വളരെ പ്രസിദ്ധമാണ്. മെഹനത്തു ഖൽഖുൽ ഖുർആൻ അല്ലെങ്കിൽ ഫിത്നത്തു ഖൽഖുൽ ഖുർആൻ, ആ സംഭവം വളരെ പ്രസിദ്ധമാണ് ചരിത്രത്തിൽ. ആ ഘട്ടത്തിൽ അദ്ദേഹം ഉറച്ചു നിന്നു. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ആശയം സ്ഥാപിക്കുന്നതിന് വേണ്ടി അദ്ദേഹം സഹിച്ച ത്യാഗങ്ങൾ ചരിത്രത്തിൽ ഒരുപാട് വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. നീണ്ട 15 വർഷത്തോളം അദ്ദേഹം ഈ പീഡനങ്ങളും പ്രയാസങ്ങളും ഏറ്റുവാങ്ങി എന്നുള്ളതാണ്. 15 കൊല്ലത്തോളം ഈ മിഹന നീണ്ടു നിന്നു എന്ന് ചരിത്രകാരന്മാർ നമ്മൾ പഠിപ്പിക്കുന്നു. അബ്ബാസി ഖലീഫ, മഅ്മൂൻ, അതേപോലെ തന്നെ മുഅ്തസിം, വാസിഖ്, ഈ ഖലീഫമാരുടെ കാലഘട്ടത്തിലൊക്കെ അദ്ദേഹം പീഡനങ്ങൾക്ക് വിധേയനായി. വളരെയധികം ത്യാഗങ്ങൾ അദ്ദേഹം സഹിച്ചു. അദ്ദേഹത്തെ ജയിലിലടച്ചു, അദ്ദേഹത്തെ ചാട്ടവാറ് കൊണ്ടടിച്ചു. ഇതൊക്കെ വളരെ വിശദമായിട്ടുള്ള ചരിത്രമാണ്. ഞാൻ അതിലേക്ക്, ആ സന്ദർഭത്തിലേക്ക് കടന്നു പോകുന്നില്ല. അവിടെ മനസ്സിലാക്കേണ്ടത് 3 ഖലീഫമാരുടെ കാലഘട്ടത്തിൽ, ഒന്ന് മഅ്മൂൻ, അതിനുശേഷം ഖിലാഫത്ത് ഏറ്റെടുത്ത മഅ്മൂനിന്റെ സഹോദരൻ മുഅ്തസിം, അതിനുശേഷം വാസിഖ്. ഇങ്ങനെ മൊത്തത്തിൽ 15 കൊല്ലത്തോളം ഈ പരീക്ഷണങ്ങൾ, ഈ പീഡനങ്ങൾ അദ്ദേഹം നേരിട്ടു എന്നുള്ളതാണ്. പിന്നീട് മുത്തവക്കിൽ ഭരണം ഏറ്റെടുത്തു. അദ്ദേഹം അഹ്ലുസുന്നത്തിന്റെ ആദർശം സ്നേഹിച്ചിരുന്ന ആളായിരുന്നു. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ് പിന്നീട് വീണ്ടും ഇൽമു പഠിപ്പിക്കാനും അതേപോലെ തന്നെ ഹദീസുകളൊക്കെ പഠിപ്പിക്കാനുള്ള സൗകര്യം അദ്ദേഹത്തിന് ലഭിച്ചത്. ഇതുവരെ അദ്ദേഹത്തിന് പീഡനങ്ങളായിരുന്നു. യഥാർത്ഥത്തിൽ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന മറ്റെല്ലാ പണ്ഡിതന്മാരും ആ വാദം അംഗീകരിച്ചു. പല പണ്ഡിതന്മാരും മരണപ്പെട്ടു, പല പണ്ഡിതന്മാരും പീഡിപ്പിക്കപ്പെട്ടു. ആ സംഭവം വളരെ വിശാലമാണ്. നമ്മൾ ഈ സന്ദർഭത്തിൽ അതിലേക്ക് കടന്നു പോകുന്നില്ല. വളരെ വിശാലമായ സംഭവമാണ്. പക്ഷെ ഇമാം അഹ്മദ് ബിൻ ഹംബൽ ഉറച്ചു നിന്നു. ഉറച്ചു നിൽക്കാനുണ്ടായ കാരണം അദ്ദേഹത്തിന് അറിയാമായിരുന്നു, ഇമാം അഹ്മദ് ബിൻ ഹംബൽ എന്താണോ പറയുന്നത് അതാ ജനങ്ങൾ സ്വീകരിക്കും. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ വായിൽ നിന്നും അദ്ദേഹത്തിന്റെ അടുക്കൽ നിന്നും ഖുർആൻ സൃഷ്ടിയാണ് എന്നുള്ള ഒരു വാദം അദ്ദേഹം പറഞ്ഞിരുന്നെങ്കിൽ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ആശയം തന്നെ, ആദർശം തന്നെ അവിടെ നമുക്ക് ഇല്ലാതായി പോകുമായിരുന്നു. അപ്പൊ ഖുർആൻ സൃഷ്ടിയാണ് എന്ന മുഅ്തസിലികളുടെ ആ വാദമാണ് ഭരണാധികാരം ഉപയോഗിച്ചുകൊണ്ട് ഈ ആളുകള് പ്രചരിപ്പിക്കാൻ ശ്രമിച്ചത്. അപ്പൊ അതിനെതിരെ ശക്തമായി ഖുർആൻ സൃഷ്ടിയല്ല, ഖുർആൻ അല്ലാഹുവിന്റെ കലാമാണ് എന്ന ആശയം, എന്ന ആദർശം ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി അവിടെ ഉറക്കെ പ്രഖ്യാപിക്കുകയാണ്.
ആ വിഷയത്തിൽ അബൂ ജഅഫറുൽ അൻബാരി അദ്ദേഹത്തിന്റെ സ്നേഹിതനായിരുന്നു. അദ്ദേഹം മഅ്മൂനിന്റെ സദസ്സിലേക്ക് പുറപ്പെടുന്നതിന്റെ മുമ്പ് അബൂ ജഅഫറുൽ അൻബാരി ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹിയെ കാണുകയും അദ്ദേഹത്തോട് ചില നിർദ്ദേശങ്ങൾ, ചില വസിയത്തുകൾ അദ്ദേഹം കൊടുത്തു. അത് വളരെ ശ്രദ്ധേയമായ ഉപദേശമാണ്. കാരണം എന്തുകൊണ്ട് ഈ ഖലീഫമാരെല്ലാവരും ഇമാം അഹ്മദ് ബിൻ ഹംബലിനെ പീഡിപ്പിച്ചു എന്നതിന്റെ ഉത്തരം നമുക്ക് അവിടെ ലഭിക്കും. കാരണം ഇമാം അഹ്മദ് ബിൻ ഹംബൽ ഖുർആൻ സൃഷ്ടിയാണ് എന്ന വാദം അംഗീകരിച്ചാൽ മൊത്തം മുസ്ലിങ്ങളും എല്ലാവരും അത് അംഗീകരിക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ കഠിനമായി ഇമാം അഹ്മദ് ബിൻ ഹംബലിനെ പീഡിപ്പിക്കുകയാണ് ചെയ്തത്. അബൂ ജഅഫറുൽ അൻബാരി അദ്ദേഹത്തോട് പറഞ്ഞു, ഇമാം അഹ്മദ് ബിൻ ഹംബലിനോട്, അൻതൽ യൗം റഅസുന്നാസ്, ഇമാം അഹ്മദ് ബിൻ ഹംബൽ എന്തുകൊണ്ട് ചരിത്രത്തിൽ ഇമാം സുന്ന എന്ന പേരിൽ അറിയപ്പെട്ടു, അതിന്റെ ചില ചരിത്രത്തിലെ ചില ഉദാഹരണങ്ങളാണിത്. ആ ഘട്ടത്തിലാണ് അബൂ ജഅഫറുൽ അൻബാരി അദ്ദേഹത്തോട് സംസാരിക്കുന്നത്, മഅ്മൂന്റെ അടുത്തേക്ക് പുറപ്പെടുന്നതിന്റെ തൊട്ട് മുമ്പ്. അൻതൽ യൗം റഅസുന്നാസ് വന്നാസ് യഖ്തദൂന ബിക്കും, ജനങ്ങൾ നിങ്ങളെ മാതൃകയാക്കുകയാണ്, താങ്കൾ ഇന്ന് ജനങ്ങളുടെ നേതാവാണ്. അതുകൊണ്ട് ഫവല്ലാഹി ലഇൻ അജബ്ത, അല്ലാഹു തന്നെയാണ് സത്യം, താങ്കൾ ഉത്തരം കൊടുത്താൽ ലയുജീബുന്ന ബിഇജാബതിക ഖൽഖുൻ ഖസീറുൻ മിൻ ഖൽഖില്ല, അല്ലാഹുവിന്റെ സൃഷ്ടികളിൽപ്പെട്ട ധാരാളം ആളുകൾ താങ്കൾ പറയുന്നത് വിശ്വസിക്കും, അംഗീകരിക്കും. ഭൂരിഭാഗം ആളുകളും ഖുർആൻ സൃഷ്ടിയാണ് എന്നുള്ള അവരുടെ വാദം, മുഅ്തസിലത്തിന്റെ വാദം താങ്കൾ അംഗീകരിച്ചു കൊടുത്താൽ, അതിനുത്തരം കൊടുത്താൽ, അള്ളാഹുവിന്റെ സൃഷ്ടികളിൽപ്പെട്ട ഭൂരിഭാഗം ആളുകളും അതിനുത്തരം കൊടുക്കും, ഖുർആൻ സൃഷ്ടിയാണ് എന്ന് വിശ്വസിക്കും. അതുകൊണ്ട് ഫതഹ്മിൽ ഔസാറഹും ഇലാ യൗമിൽ ഖിയാമ, അന്ത്യനാളിൽ അവരുടെ പാപങ്ങൾ കൂടി താങ്കൾ വഹിച്ചു കൊണ്ടുവരേണ്ടി വരും ഖിയാമത്ത് നാളിൽ. അതുകൊണ്ട് വൈൻ കുൻത തുഹിബ്ബില്ലാ വസ്ബിർ അലാ മാ അൻത ഫീ, അതുകൊണ്ട് താങ്കൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ, ഇഷ്ടപ്പെടുന്നുവെങ്കിൽ, പ്രയാസത്തിലാണ് താങ്കൾ, ഇതിൽ താങ്കൾ ക്ഷമിക്കണം. എന്നിട്ട് അദ്ദേഹം ഉപദേശം കൊടുക്കുന്നതിൽ അദ്ദേഹം വിശദീകരിച്ചു കൊടുക്കുന്നത്, താങ്കൾക്കും ഇടയിൽ ഇനി വൈന്നഹുമാ ബൈനക വബൈനൽ ജന്നത്തി ഇല്ലാ അൻ തുഖ്തൽ വഇന്നർ റജുല ഇല്ലം യഖ്തുൽക ഫഇന്നക തമൂത്. മഅ്മൂൻ അല്ലെങ്കിൽ ഈ മുഅ്തസിലത്തിന്റെ ആളുകൾ, ഈ ഭരണാധികാരികൾ താങ്കളെ വധിച്ചിട്ടില്ലെങ്കിലും, താങ്കളെ കൊന്നു കളഞ്ഞിട്ടില്ലെങ്കിലും താങ്കൾ മരിക്കും. വലാ ബുദ്ദ മിനൽ മൗത്ത്, മരിക്കുക എന്നുള്ളത് നിർബന്ധമാണല്ലോ, അത് അനിവാര്യതയാണല്ലോ. അതുകൊണ്ട് വൈൻ ഇഷ്ത ഹമീദൻ, താങ്കൾ ജീവിക്കുകയാണെങ്കിൽ ഹമീദായി ജീവിക്കണം. ഫത്തഖില്ലാ വലാ തുജീബ് ഇലാ ഷൈഇൻ, അതുകൊണ്ട് താങ്കൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം, ഒരു കാരണവശാലും അവരുടെ വാദം അംഗീകരിച്ചു കൊടുക്കരുത്. ഈ ഉപദേശങ്ങൾ ഇങ്ങനെ കൊടുത്തപ്പോ ഫജഅല അഹ്മദ് യബ്കി വയഖൂലു മാഷാ അല്ലാഹ് മാഷാ അല്ലാഹ്, ഇമാം അഹ്മദ് ബിൻ ഹംബൽ ഇത് കേട്ട് അദ്ദേഹം കരയാൻ തുടങ്ങി. അദ്ദേഹം മാഷാ അല്ലാഹ് മാഷാ അല്ലാഹ് എന്ന് പറഞ്ഞു. മറ്റൊരു റിവായത്തിൽ കാണാം, യാ അബാ ജഅഫർ അഇദി അലയ്യ, അബൂ ജഅഫറെ ഈ പറഞ്ഞ ഉപദേശം ഒന്നുകൂടി ആവർത്തിക്ക്. ഫആദ അലൈഹി, അബൂ ജഅഫർ അത് ആവർത്തിച്ചു കൊടുത്തു. വഅഹ്മദ് യബ്കി വയഖൂലു, ഇമാം അഹ്മദ് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് മാഷാ അല്ലാഹ് എന്ന് പറഞ്ഞിട്ട്. അപ്പോ ഈ രംഗത്ത് അദ്ദേഹം ഉറച്ചു നിന്നു. അതുകൊണ്ട് തന്നെ ചരിത്രത്തിൽ അദ്ദേഹം ഈ ബിദ്അത്തിനെതിരെ ശക്തമായി ഒറ്റക്ക് അദ്ദേഹം പോരാടുകയാണ്. ആ ബിദ്അത്തിനെ എതിർക്കുകയാണ്. പ്രമാണങ്ങളെ കൊണ്ട് ഖുർആൻ അള്ളാഹുവിന്റെ കലാമാണ് എന്നുള്ളത് അദ്ദേഹം സ്ഥാപിച്ചു കൊടുക്കുകയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ചരിത്രത്തില് ഇമാം അഹ്ലുസുന്ന വൽ ജമാ, ഇത് മാത്രമല്ല പണ്ഡിതന്മാര് പറഞ്ഞു, ഇമാം അഹ്മദ് ബിൻ ഹംബൽ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ ഏതാണ്ട് എല്ലാ ബിദ്അത്തുകളും മുളപൊട്ടിയ ഒരു കാലഘട്ടമായിരുന്നു. വളരെ സജീവമായിട്ട് ഈ ബിദ്അത്തുകളൊക്കെ തന്നെ രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ വന്ന ആ ഭിന്നിപ്പിനനുസരിച്ചിട്ട് അലി റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ തന്നെ ഭിന്നിപ്പുകൾ ഉണ്ടായി, ഷിയത്ത് ഉണ്ടായി. അതേപോലെ തന്നെ സഹാബികളുടെ കാലഘട്ടത്തിൽ തന്നെ ഖദരിയത്ത് ഉണ്ടായി, ജഹ്മിയത്ത്. ഇങ്ങനെ ഈ ബിദ്അത്തുകളൊക്കെ ഉള്ള ഒരു കാലഘട്ടത്തിലാണ്. അവരൊക്കെ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ആദർശങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന കാലഘട്ടത്തിലാണ് ഇമാം അഹ്മദ് ബിൻ ഹംബൽ ഒറ്റക്ക് അതിനെതിരെ പോരാടുന്നത്. ഈ
വിദഅത്തുകൾക്കെതിരെ ശക്തമായി അദ്ദേഹം നിലകൊണ്ടു, സുന്നത്ത് സ്ഥാപിച്ചു. ഈ അർത്ഥത്തിലൊക്കെയാണ് ഇമാം അഹ്മദ് ബിൻ ഹംബൽ ഇമാം സുന്ന അല്ലെങ്കിൽ ഇമാം അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ഇമാം, ഒരു മദ്ഹബിന്റെ ഇമാം എന്നതിനേക്കാൾ ഉപരിയായിട്ട് അഖീദയുടെ ഗ്രന്ഥങ്ങളിൽ, അതേപോലെ തന്നെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആദർശത്തിൽ അദ്ദേഹം അറിയപ്പെടുന്നത് ഇമാം സുന്ന എന്ന പേരിലാണ്. ഇമാം സുന്ന, ഇമാം അഹ്മദ് ബിൻ ഹംബൽ എന്ന പേരിലാണ്. അപ്പൊ ഇത്രത്തോളം ത്യാഗം അദ്ദേഹം സഹിച്ചിട്ടുണ്ട്. ഇതിലൊക്കെ നമുക്ക് പാടുണ്ട്. കാരണം ഇമാം അഹ്മദ് ബിൻ ഹംബൽ ആ പീഡനങ്ങളെ ഭയപ്പെട്ടുകൊണ്ട്, മരണത്തെ ഭയപ്പെട്ടുകൊണ്ട് ഖുർആൻ സൃഷ്ടിയാണ് എന്ന വാദം അംഗീകരിച്ചിരുന്നെങ്കിൽ ആ വാദം ജനങ്ങളും അംഗീകരിക്കുമായിരുന്നു. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രമാണങ്ങളിൽ സ്ഥിരപ്പെട്ട കാര്യങ്ങൾ അത് പറഞ്ഞു കൊടുക്കാൻ ഉത്തരവാദപ്പെട്ട ബാധ്യസ്ഥരായ പണ്ഡിതന്മാരത് പറഞ്ഞു കൊടുത്തിട്ടില്ല എങ്കിൽ ജനങ്ങൾ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ മാർഗത്തിൽ നിന്ന് തെറ്റിപ്പോകും. വിദേഹത്തിന്റെ ആശയങ്ങൾ അവർ പേറി നടക്കും. എന്താണ് ഹക്ക്, എന്താണ് ബാത്തിൽ എന്നത് മനസ്സിലാക്കപ്പെടാതെ പോകും. അപ്പൊ ഇതിൽ പണ്ഡിതന്മാർക്ക്, പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ ഇമാം അഹ്മദ് ബിൻ ഹംബലിനെ പോലെ തന്നെ അദ്ദേഹം നിർവഹിച്ച ആ ത്യാഗത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് വമ്പിച്ച ഉത്തരവാദിത്തമാണ് നമുക്ക് നിർവഹിക്കാനുള്ളത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പൊ ഈ കാരണങ്ങൾ കൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഇൽമ്, അദ്ദേഹത്തിന്റെ പാണ്ഡിത്യം, അദ്ദേഹത്തിന്റെ ഈ ജിഹാദ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ അദ്ദേഹം വഹിച്ച ഈ ത്യാഗം, ഇതൊക്കെ വെച്ചുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ അദ്ദേഹത്തെ കുറിച്ച് പലതും പറഞ്ഞു. അലി ഇബ്നുൽ മദീനി അദ്ദേഹം പറഞ്ഞത്, അലി ഇബ്നുൽ മദീനി അദ്ദേഹം പ്രഗൽഭനാണ്. അദ്ദേഹം പറഞ്ഞു, ഇന്നല്ലാഹ അസ്സ വജല്ല അഅസ്സ ഹാദ ദീന ബിറജുലൈനി ലൈസ ലഹുമാ സാലിസുൻ. അല്ലാഹു ഈ മതത്തെ, അല്ലാഹുവിന്റെ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ രണ്ടാളുകളെ കൊണ്ട് പ്രതാപം കൊടുത്തു, രണ്ടാളുകളെ കൊണ്ട് ശക്തിപ്പെടുത്തി. ലൈസ ലഹുമാ സാലിസുൻ, മൂന്നാമത്തെ ഒരാളെ അവിടെ അല്ല, രണ്ടാളുകളെ കൊണ്ടാണ് ശക്തിപ്പെടുത്തിയത്, പ്രതാപം കൊടുത്തത് അള്ളാഹുവിന്റെ ദീനിന്. അബൂബക്കർ സിദ്ദീഖ് യൗമു ജിദ്ദ, ഒന്ന് അബൂബക്കർ സിദ്ദീഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണത്തിന് ശേഷം ആ യുദ്ധത്തിന്റെ സംഭവം ഉണ്ടായി. പലരും മതത്തിൽ നിന്ന് വിട്ടുപോയി, പലരും സക്കാത്ത് കൊടുക്കില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഉണ്ടായ വല്ലാത്തൊരു പ്രതിസന്ധി, ആ പ്രതിസന്ധി ഘട്ടത്തിൽ ഉറച്ചു നിന്ന് അവർക്കെതിരെ യുദ്ധം ചെയ്ത് ഇസ്ലാമിന്റെ ഇസ്സത്ത് സ്ഥാപിച്ച ആളാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അഹ്മദ് ബിൻ ഹംബൽ യൗമുൽ മിഹ്ന, രണ്ടാമത്തെ ആള് അഹ്മദ് ബിൻ ഹംബലാണ്. യൗമുൽ മിഹ്ന, അതായത് ഖുർആൻ സൃഷ്ടിയാണ് എന്ന ആ വാദമുണ്ടായ ഘട്ടത്തിൽ അതിനെതിരെ അദ്ദേഹം പോരാടി. ഖലീഫമാർ മാറി മാറി വന്നു ഇമാം അഹ്മദ് ബിൻ ഹംബലിനെ പീഡിപ്പിച്ചിട്ടും അദ്ദേഹം അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ആദർശം ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ആ പീഡനങ്ങളും പ്രയാസങ്ങളും ഏറ്റുവാങ്ങി. അപ്പൊ ഈ രണ്ടാളുകളെ കൊണ്ട്, മൂന്നാമതൊരാളില്ല, ഈ രണ്ടാളുകളെ കൊണ്ടാണ് അള്ളാഹു ഇസ്ലാമിന് ശക്തിപ്പെടുത്തിയത്, പ്രതാപം കൊടുത്തത് എന്ന് അലി ഇബ്നുൽ മദീനി പറയാണ്. അതേപോലെ തന്നെ അതിന്റെ വേറെ ചില റിവായത്തുകളിൽ കാണാം, അദ്ദേഹം തന്നെ പറഞ്ഞതായിട്ട്, മാ ഖാമ അഹ്മദ് ബി അംറിൽ ഇസ്ലാമി ബഅദ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാ ഖാമ അഹ്മദ് ബിൻ ഹംബൽ. ഇമാം അഹ്മദ് ബിൻ ഹംബൽ ഇസ്ലാമിനെ സ്ഥാപിച്ചതുപോലെ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷം മറ്റൊരാളും ഇസ്ലാമിനെ നിലനിർത്തിയിട്ടില്ല, ഇസ്ലാമിന്റെ ആദർശത്തെ നിലനിർത്തിയിട്ടില്ല. ആ സന്ദർഭത്തിൽ ഇത് പറഞ്ഞ അലി ഇബ്നുൽ മദീനി റഹ്മത്തുള്ളാഹി അലൈഹി ഇത് പറഞ്ഞു കൊടുക്കുന്ന സന്ദർഭത്തില് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, യാ അബൽ ഹസൻ വല അബൂബക്കർ സിദ്ദീഖ്. അബൂബക്കർ സിദ്ദീഖ് ഇല്ലേ യുദ്ധത്തിന്റെ കാലഘട്ടത്തിൽ? ഇതിന്റെ വേറെ റിവായത്തിൽ കാണാം. അപ്പൊ അലി ഇബ്നുൽ മദീനി കൊടുക്കുന്ന, ചോദ്യകർത്താവിന് കൊടുക്കുന്ന മറുപടി, വല അബൂബക്കർ സിദ്ദീഖ്, അബൂബക്കർ സിദ്ദീഖും ഇല്ല. ലിഅന്ന അബൂബക്കർ സിദ്ദീഖ് കാന ലഹു അഅവാനുൻ വഅസ്ഹാബുൻ, കാരണം അബൂബക്കർ സിദ്ദീഖിന് സഹായികൾ ഉണ്ടായിരുന്നു, അദ്ദേഹത്തിന്റെ കൂടെ ആളുകൾ ഉണ്ടായിരുന്നു. വഅഹ്മദ് ബിൻ ഹംബൽ ലം യകുൻ ലഹു അഅവാനുൻ വലാ അസ്ഹാബുൻ, പക്ഷേ ഇമാം അഹ്മദ് ബിൻ ഹംബലിനെ സഹായിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല, അദ്ദേഹം ഒറ്റക്ക് അതിനെതിരെ പോരാടി. അതുകൊണ്ട് ഇസ്ലാമിനെ അദ്ദേഹം സ്ഥാപിച്ച രൂപത്തിൽ മറ്റൊരാളും ഇസ്ലാമിനെ സ്ഥാപിച്ചിട്ടില്ല എന്ന് അലി ഇബ്നുൽ മദീനി റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിക്കുകയാണ്. അപ്പോ ഈ രൂപത്തിൽ പണ്ഡിതന്മാർ ഒരുപാട് ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹിയെ കുറിച്ച് പുകഴ്ത്തി സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ മഹത്തായ സ്ഥാനത്തെക്കുറിച്ച്, അദ്ദേഹത്തിന്റെ പദവിയെക്കുറിച്ച് വളരെയധികം ആളുകൾ
സംസാരിച്ചിട്ടുണ്ട്. ഖുതൈബ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറഞ്ഞത്, അമ്പിയാക്കൾ പ്രവാചകന്മാർ ഈ സമൂഹത്തിൽ എന്തൊരു ദൗത്യമാണോ നിർവഹിച്ചത്, ആ ദൗത്യമാണ് ഇമാം അഹ്മദ് ബിൻ ഹംബൽ ഈ സമൂഹത്തിൽ നിർവഹിച്ചത് എന്നുള്ളതാണ്. പ്രവാചകന്മാർ നിർവഹിച്ച ദൗത്യം. ഖുതൈബ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, മാത സുഫിയാനു സൗരി വമാതൽ വറ. സുഫിയാനു സൗരി മരിച്ചുപോയി, അതോടുകൂടി ഭയഭക്തി മരിച്ചു. വമാത ഷാഫിഈ വമാത സുനൻ. ഇമാം ഷാഫി മരണപ്പെട്ടു, സുനനുകൾ മരിച്ചുപോയി. വയമൂത്ത് അഹ്മദ് ബിൻ ഹംബൽ വതൽഹറുൽ ബിദ്അഹ്. ഇമാം അഹ്മദ് ബിൻ ഹംബൽ മരിച്ചു, അതോടുകൂടി ബിദ്അത്തുകൾ പ്രത്യക്ഷപ്പെട്ടു. ഫൈൻ അഹ്മദ് ബിൻ ഹംബൽ ഖാമ ഫിൽ ഉമ്മ മഖാമ നുബുവ്വ. ആ പ്രവാചകന്മാര് നിർവഹിച്ച ആ ദൗത്യം എന്താണോ, ആ ദൗത്യമാണ് ഇമാം അഹ്മദ് ബിൻ ഹംബൽ ഈ സമൂഹത്തിൽ നിർവഹിച്ചത്. ഇതിന് തഅലീഖായിക്കൊണ്ട് ബൈഹഖി പറഞ്ഞു, പ്രവാചകന്മാർ നിർവഹിച്ച ദൗത്യമാണ് ഇമാം അഹ്മദ് ബിൻ ഹംബൽ നിർവഹിച്ചത് ഈ സമൂഹത്തിൽ എന്നതിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് ഇമാം ബൈഹഖി പറഞ്ഞു, യഅനി, അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് ഫീ സബ്രിഹി, അദ്ദേഹത്തിന്റെ സബ്റാണ്, അലാമാ സ്വാബഹു മിനൽ അദാ ഫീ ദാത്തില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ അദ്ദേഹം വഹിച്ച ആ പ്രയാസങ്ങള്, ആ പീഡനങ്ങള്, പ്രതിസന്ധികള്, അതിൽ അദ്ദേഹം അങ്ങേയറ്റം ക്ഷമിച്ചു. ആ ക്ഷമയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് എന്നുള്ളത് ഖുതൈബ റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിക്കാണ്. അപ്പൊ ഈ ഇമാം അഹ്മദ് ബിൻ ഹംബലിനെ സ്നേഹിക്കുക എന്നത് മുസ്ലിങ്ങൾക്ക് നിർബന്ധമാണ്. ഇമാം അഹ്മദ് ബിൻ ഹംബലിൽ ഈ രൂപത്തിൽ അഹ്ലുസുന്നന്റെ ആദർശം അദ്ദേഹം ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിച്ചു, അത് ജനങ്ങൾക്കിടയിൽ പഠിപ്പിച്ചു കൊടുത്തു. അതുകൊണ്ട് തന്നെ ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാം, ഒരാൾ അഹ്ലുസുന്നത്തിൽപ്പെട്ട ആളാണോ അല്ലേ എന്നുള്ളത് പരിശോധിക്കുന്നത് പോലും ഇമാം അഹ്മദ് ബിൻ ഹംബലിന്റെ വിശ്വാസമാണോ അയാൾക്കുള്ളത് അതിന്റെ അടിസ്ഥാനത്തിലാണ്. ഇമാം അഹ്മദ് ബിൻ ഹംബലിന്റെ വിശ്വാസമാണോ അയാൾക്കുള്ളത് എങ്കിൽ അയാള് അഹ്ലുസുന്നയിലാണ്. ഇനി അതല്ല, ഇമാം അഹ്മദ് ബിൻ ഹംബലിന് എതിരായിട്ടുള്ള വിശ്വാസമാണോ അയാൾക്കുള്ളത് എങ്കിൽ അയാള് അഹ്ലുൽ ബിദ്അയിൽ പെട്ട ആളാണ് എന്ന് പോലും പണ്ഡിതന്മാർ പറഞ്ഞത് ഇദ്ദേഹത്തിന്റെ ഇമാം അഹ്മദ് ബിൻ ഹംബൽ ഈ ഇസ്ലാമിന് നൽകിയിട്ടുള്ള മഹത്തായ സേവനങ്ങൾ മുൻനിർത്തിയിട്ടാണ്. ഇമാം മുസ്സി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറഞ്ഞത്, സമീഅതു ഖാല അബൂ യഅല അൽ മൗസിലി സമീഅതു അഹ്മദ് ബിൻ ഇബ്രാഹിം അദ്ദൗറഖി യഖൂലു. അഹ്മദ് ബിൻ ഇബ്രാഹിം ദൗറഖി പറയുന്നതായിട്ട് ഞാൻ കേട്ടു. എന്താ പറയുന്നത്? മൻ സമീഅതുമൂഹു യദ്കുറു അഹ്മദ് ബിൻ ഹംബൽ ബിസൂഇൻ. ആരെങ്കിലും ഇമാം അഹ്മദ് ബിൻ ഹംബലിനെ കുറിച്ച് മോശമായി സംസാരിക്കുന്നുണ്ടെങ്കിൽ, ഇമാം അഹ്മദ് ബിൻ ഹംബലിനെ സംബന്ധിച്ച് ആരെങ്കിലും മോശമായി സംസാരിക്കുന്നുണ്ടെങ്കിൽ, ഫത്തഹിമൂഹു അലൽ ഇസ്ലാം, അവന്റെ ഇസ്ലാമിന്റെ കാര്യത്തിൽ തന്നെ നിങ്ങൾ അവനെ തെറ്റിദ്ധരിക്കണം. അവൻ മുസ്ലിമാണോ അല്ലേ അതിൽ പോലും നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ടതുണ്ട്. തഹ്ദീബുൽ കമാലിൽ കാണാം. ഇമാം അഹ്മദ് ബിൻ ഹംബലിനെ സംബന്ധിച്ച് ആരെങ്കിലും തെറ്റിദ്ധരിച്ചാൽ, അദ്ദേഹത്തെക്കുറിച്ച് മോശമായി സംസാരിച്ചാൽ അവൻ മുസ്ലിമാണോ അല്ലേ എന്ന കാര്യത്തിൽ പോലും നിങ്ങൾ അയാളെക്കുറിച്ച് തെറ്റിദ്ധരിക്കണം എന്നാണ് അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഒരാള് അഹ്ലുസുന്നയിലാണോ അല്ലേ എന്നുള്ളത് പോലും പണ്ഡിതന്മാർ പറഞ്ഞത് തീരുമാനിക്കപ്പെടുന്നത് ഇമാം അഹ്മദ് ബിൻ ഹംബലിന്റെ വിശ്വാസത്തിലാണോ എങ്കിൽ അയാൾ അഹ്ലുസുന്നയിലാണ് എന്നുള്ളത് അത്രത്തോളം പറഞ്ഞു. ഇമാം അഹ്മദ് ബിൻ ഹംബലിന്റെ വിശ്വാസത്തിനെതിരായ വിശ്വാസമാണോ എങ്കിൽ അയാൾ അഹ്ലുസുന്നത്തിന് എതിരായിട്ടുള്ള ഇതിലാണ്, അഹ്ലുൽ ബിദ്അയിലാണ് ഉൾപ്പെടുക എന്ന് പോലും പണ്ഡിതന്മാർ പറഞ്ഞു. അബുൽ ഹസൻ അൽ അശ്അരി അദ്ദേഹത്തിന്റെ തെറ്റായ വിശ്വാസങ്ങൾ വലിച്ചെറിഞ്ഞിട്ട് അദ്ദേഹം പോന്നിട്ട് അദ്ദേഹം എഴുതിയ ഗ്രന്ഥമാണ് അൽ ഇബാന. ആ ഗ്രന്ഥത്തിൽ അദ്ദേഹം ഒരു ബാബു ഫി ഇബാന ഖൗലു അഹ്ലിൽ ഹഖ് വസ്സുന്നഹ് ഫൈൻ ഖാല ലനാ ഖായിലുൻ. അദ്ദേഹം പറയുന്നത്, ഞങ്ങളോട് ആരെങ്കിലും ചോദിച്ചാൽ ഖദ് അൻകർതും ഖൗലൽ മുഅ്തസില വൽ ഖദരിയ്യ വൽ ജഹ്മിയ്യ വൽ ഹറൂറിയ്യ വൽ റാഫിള വൽ മുർജിഅ, നിങ്ങളോട്
ഒരാൾ ചോദിക്കുന്നു, നിങ്ങൾ മുഅ്തസിലത്തിനെ, ഖദരിയത്തിനെ, ജഹ്മിയത്തിനെ, ഹറൂറിയത്തിനെ, റാഫിളത്തിനെ, മുർജിയത്തിനെ ഒക്കെ നിങ്ങൾ നിഷേധിക്കുന്നുണ്ടല്ലോ. അവരുടെ വിശ്വാസം, അവരുടെ അഖീദ തെറ്റാണ് എന്ന് നിങ്ങൾ പറയുന്നു. അതുകൊണ്ട് ഫഅരിഫൂന ഖൗലക്കുമുല്ലദീ ബിഹി തഖൂലൂന വദിയാനതിക്കുമുല്ലതീ ബിഹാ തദീനൂൻ. അതുകൊണ്ട് എന്താണ് നിങ്ങളുടെ വാദം, നിങ്ങളുടെ വിശ്വാസം എന്താണ്, നിങ്ങളുടെ ആദർശം എന്താണ്, നിങ്ങളുടെ നിലപാട് എന്താണ് എന്ന് ആരെങ്കിലും ചോദിച്ചാൽ, അപ്പോൾ ഇങ്ങനെയുള്ള തെറ്റായ കക്ഷികളെ മുഅ്തസിലത്തിനെ, ഖദരിയത്തിനെ, ജഹ്മിയത്തിനെ, മുർജിയത്തിനെ, റാഫിളത്തിനെ, ഹറൂറിയത്തിനൊക്കെ നിങ്ങൾ എതിർക്കുന്നു. എന്നാൽ എന്താണ് നിങ്ങളുടെ വിശ്വാസം, നിങ്ങളുടെ ദീൻ എന്താണ്, നിങ്ങളുടെ മതം എന്താണ് എന്നൊരാൾ ചോദിച്ചാൽ ഖീല ലഹു, അവനോട് നമുക്ക് കൊടുക്കാനുള്ള മറുപടി, അബുൽ ഹസൻ അൽ അശ്അരി പറയാണ്, അവന് നമുക്ക് കൊടുക്കാനുള്ള മറുപടി ഖൗലുനല്ലദീ നഖൂലു ബിഹി വദിയാനതിന അല്ലതീ നദീന ബിഹാ, ഞങ്ങൾ സ്വീകരിക്കുന്ന ആദർശം, ഞങ്ങളുടെ ദീൻ, നദീനു ബിഹാ തമസ്സുകു ബി കിതാബി റബ്ബിന അസ്സ വജല്ല, ഒന്ന് അള്ളാഹുവിന്റെ കിതാബ് മുറുകെ പിടിക്കലാണ്. സുന്നത്തി നബിയിന സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തും മുറുകെ പിടിക്കലാണ്. വബിമാ റുവിയ അനി സ്വഹാബ വത്താബിഈൻ വഅയിമ്മത്തുൽ ഹദീസ് വനഹ്നു ബിദാലിക മുഅ്തസിമൂൻ. സഹാബികളിൽ നിന്ന് വന്നതെന്താണോ, താബിഈങ്ങളിൽ നിന്ന് വന്നതെന്താണോ, അതേപോലെ തന്നെ ഹദീസിന്റെ ഇമാമിങ്ങളിൽ നിന്ന് വന്നതെന്താണോ അത് ഞങ്ങൾ മുറുകെ പിടിക്കുന്നവരാണ്. വബിമാ കാന യഖൂലു ബിഹി, അതേപോലെ തന്നെ അവരോട് ഞങ്ങൾക്ക് പറയാനുള്ളത് വബിമാ കാന യഖൂലു ബിഹി അബൂ അബ്ദുല്ലാഹി ബിൻ മുഹമ്മദ് ബിൻ ഹംബൽ, ഇമാം അഹ്മദ് ബിൻ ഹംബൽ എന്താണോ പറഞ്ഞിരുന്നത്, ഖായിലൂൻ, അത് പറയുന്നവരാണ് ഞങ്ങൾ. അവിടെ പ്രത്യേകം മനസ്സിലാക്കണം, ഇമാം അഹ്മദ് ബിൻ ഹംബൽ പറഞ്ഞത് എന്താണോ, അള്ളാഹു അദ്ദേഹത്തിന്റെ പദവി ഉയർത്തട്ടെ, അള്ളാഹു അദ്ദേഹത്തിന് മഹത്തായ പ്രതിഫലം കൊടുക്കട്ടെ. വബിമാ കാന യഖൂലു ബിഹി അബൂ അബ്ദില്ല അഹ്മദ് ബിൻ മുഹമ്മദ് ബിൻ ഹംബൽ, ഇമാം അഹ്മദ് ബിൻ ഹംബൽ എന്താണോ പറഞ്ഞത് ഖായിലൂൻ, അത് പറയുന്നവരാണ് ഞങ്ങൾ, അതാണ് ഞങ്ങളുടെ ആദർശം. വലിമൻ ഖാലഫ ഖൗലിഹി മുഖാലിഫൂൻ, അദ്ദേഹം പറഞ്ഞത് എന്നോട് ആര് എതിരാകുന്നുവോ അവരോട് എതിരാകുന്നവരാണ് ഞങ്ങൾ. ലിഅന്നഹു അൽ ഇമാമുൽ ഫാദിൽ, കാരണം അദ്ദേഹം ഇമാമാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞത് എന്താണോ അത് ഞങ്ങൾ സ്വീകരിക്കുന്നവരാണ്. അദ്ദേഹം പറഞ്ഞതിനോട് ആര് എതിരാകുന്നോ, കാരണം അദ്ദേഹത്തിന്റെ വിശ്വാസം അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ വിശ്വാസമാണ്, അവരോട് ഞങ്ങൾ എതിരാവുന്നു. ഇതാണ് ഞങ്ങളുടെ നിലപാട്. അദ്ദേഹം ഇമാമാണ്, അദ്ദേഹം റഈസാണ്, അള്ളാഹു അദ്ദേഹം മുഖേന വല്ലദി അബാന അല്ലാഹു ബിഹിൽ ഹഖ, സത്യം വ്യക്തമാക്കി, വറഫഅ ബിഹിൽ ലലാല, ലലാലിനെ ഉയർത്തി, വഅദ്ഹ ബിഹിൽ മിൻഹാജ, മൻഹജിനെ വ്യക്തമാക്കി, വഖമഅ ബിഹി ബിദ്അൽ മുബ്തദിഈന, ബിദ്അത്തുകളെ ഇല്ലായ്മ ചെയ്തു, വസൈഇൽ സാഈന വശക്കി ഷാക്കീന, മതത്തിൽ ശക്ക് ഉണ്ടാക്കുന്ന, വിശ്വാസം ഉണ്ടാക്കുന്ന അവരെയൊക്കെ അടിച്ചമർത്തി അദ്ദേഹം മുഖേന. എന്നിട്ട് അദ്ദേഹത്തെ കുറിച്ച് ഇങ്ങനെ വിശദീകരിക്കാൻ. ഇത് അബുൽ ഹസൻ അൽ അശ്അരിയുടെ അൽ ഇബാന എന്ന ഗ്രന്ഥത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഇത്രത്തോളം സ്ഥാനമുള്ള, അറിവുള്ള മഹാനായ പണ്ഡിതനാണ് ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. നേരത്തെ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത് നമ്മൾ ഉദ്ധരിച്ചു. പല ഹദീസ് സഹീഹായ ഖബറിനെ പറ്റിയുള്ള വിവരം ലഭിച്ചാൽ അത് എനിക്ക് പഠിപ്പിച്ചു തരണമെന്നത്, എനിക്കത് എത്തിച്ചു തരണമെന്നത്. ഇതേപോലെ തന്നെ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത് അഹ്മദ് ഇമാമുൻ ഫി സമാനി ഖിസാലിൻ, 8 കാര്യങ്ങളിൽ ഇമാമാണ് ഇമാം അഹ്മദ്. അദ്ദേഹത്തിന്റെ ഗുരുനാഥൻ, അദ്ദേഹത്തിന്റെ ശിഷ്യനായ അഹ്മദ് ബിൻ ഹംബലിനെ കുറിച്ച് പറയണം. അഹ്മദ് ഇമാമുൻ ഫി സമാനി ഖിസാലിൻ, 8 കാര്യങ്ങളിൽ ഇമാമാണ് ഇമാം അഹ്മദ് ബിൻ ഹംബൽ. ഇമാമുൻ ഫിൽ ഹദീസ്, ഹദീസിൽ ഇമാമാണ്. ഇമാമുൻ ഫിൽ ഫിഖ്, ഫിഖ്ഹിൽ ഇമാമാണ്. ഇമാമുൻ ഫിൽ ലുഗ, ലുഗത്തിൽ ഭാഷയിൽ ഇമാമാണ്. ഇമാമുൻ ഫിൽ ഖുർആൻ, ഖുർആനിൽ അദ്ദേഹം ഇമാമാണ്. ഇമാമുൻ ഫിൽ ഫഖരി, ദാരിദ്ര്യ ജീവിതം നയിച്ചതിൽ അതിൽ അദ്ദേഹം ഇമാമാണ്. ഇമാമുൻ ഫിൽ സുഹദ്, വിരക്തി ജീവിതം നയിച്ചതിൽ അദ്ദേഹം ഇമാമാണ്. ഇമാമുൻ ഫിൽ വറ, ഭയഭക്തിയിൽ സൂക്ഷ്മതയിൽ ഇമാമാണ്. ഇമാമുൻ ഫിൽ സുന്ന, സുന്നത്തിൽ അദ്ദേഹം ഇമാമാണ്. ഇങ്ങനെ 8 കാര്യങ്ങളിൽ ഇമാമാണ് ഇമാം അഹ്മദ് ബിൻ ഹംബൽ എന്ന് അദ്ദേഹത്തിന്റെ ഗുരുവര്യനായ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിക്കാൻ. അപ്പൊ യഥാർത്ഥത്തിൽ ഇതാണ് ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി. ഇത് മാത്രമല്ല,
പണ്ഡിതന്മാര് അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞത് ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഇൽമ് അത് മനസ്സിലാക്കാൻ അദ്ദേഹത്തിന്റെ ആ മുസ്നദ് മാത്രം മതി. അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങളിൽ വളരെ പ്രസിദ്ധമായ ഗ്രന്ഥമാണ് മുസ്നദ്. ഹദീസ് ലോകത്ത് അറിയപ്പെട്ട ഗ്രന്ഥം. ഏതാണ്ട് 40,000-ഓളം ഹദീസുകൾ അതിലുണ്ട്. വളരെ പ്രസിദ്ധമായിട്ടുള്ള ഗ്രന്ഥം. അതൊക്കെ അദ്ദേഹം ഹിഫ്ളാക്കി, അത് അദ്ദേഹം എഴുതി വെച്ചു. അത് ജനങ്ങൾക്ക് ഇമാമാകട്ടെ എന്ന് അദ്ദേഹം തന്റെ മകനോട് പറഞ്ഞത് അതൊക്കെ നമ്മൾ ചരിത്രത്തിൽ വായിക്കാണ്. ഇബ്രാഹിമുൽ ഹറബി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറഞ്ഞത് റഅയ്തു അഹ്മദ് ബിൻ ഹംബൽ കഅന്നല്ലാഹ ഖദ് ജമഅ ലഹു ഇൽമുൽ അവ്വലീന വൽ ആഖിരീന മിൻ കുല്ലി സിൻഫിൻ. അദ്ദേഹം പറയുന്നത് റഅയ്തു അഹ്മദ് ബിൻ ഹംബലിനെ ഞാൻ കണ്ടു. കഅന്നല്ലാഹ ഖദ് ജമഅ ലഹു ഇൽമുൽ അവ്വലീന വൽ ആഖിരീൻ. ആദ്യ കാലക്കാരുടെയും പിൽക്കാലക്കാരുടെയും ഇൽമുകളെല്ലാം അള്ളാഹു അദ്ദേഹത്തിൽ ഒരുമിച്ച് കൂട്ടിയിരിക്കുന്നു. അള്ളാഹു അദ്ദേഹത്തെ ഏകോപിച്ചിരിക്കുന്നു, ശേഖരിച്ചു വച്ചിരിക്കുന്നു. മിൻ കുല്ലി സിൻഫിൻ, അത് ഏത് ഇൽമാകട്ടെ ആ എല്ലാ ഇൽമും, അത് ആദ്യ കാലഘട്ടക്കാരുടേതും ഇനി വരാനിരിക്കുന്നവരുടേതും എല്ലാം അള്ളാഹു അദ്ദേഹത്തിൽ സമ്മേളിപ്പിച്ചിരിക്കുന്നു എന്ന് ഇബ്രാഹിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തെക്കുറിച്ച് ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹിയെ കുറിച്ച് വിശദീകരിക്കാണ്. ഇങ്ങനെ പണ്ഡിതന്മാർ ഒരുപാട് അദ്ദേഹത്തെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങളിൽ ഏറ്റവും പ്രസിദ്ധമായ ഗ്രന്ഥമാണ് ഉസൂൽ സുന്ന എന്ന ഗ്രന്ഥം. അഖീദയാണ് അതിൽ കാര്യമായിട്ട് സംസാരിക്കുന്നത്. ആ ഗ്രന്ഥമാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഈ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഈ ചരിത്രം നമ്മുടെ മനസ്സിലുണ്ടാകണം. ഇങ്ങനെ അഹ്ലുസുന്നക്ക് വേണ്ടി ജീവിതം സമർപ്പിച്ച ആ ത്യാഗി വര്യനായ ആ മഹാന്റെ മരണം സംഭവിക്കുന്നത് ഹിജറ വർഷം 241 റബീഉൽ അവ്വൽ മാസത്തിൽ പകൽ സമയത്ത് വഹ സമയത്താണ് അദ്ദേഹത്തിന്റെ മരണം നടക്കുന്നത്. അദ്ദേഹത്തിന്റെ മകൻ അബ്ദുള്ള അദ്ദേഹത്തെ കുറിച്ച് അതിനെ സംബന്ധിച്ച് പറയുന്നു, തൂഫി അബി ഫി യൗമി ജുമുഅ ലഹ്വ. എന്റെ പിതാവ് മരണപ്പെട്ടത് വെള്ളിയാഴ്ച വഹ സമയത്തായിരുന്നു. വദഫനാഹു ബഅദൽ അശ്രി, അസറിന് ശേഷമാണ് ഞങ്ങൾ അദ്ദേഹത്തെ മറമാടിയത്. അപ്പോ ഈ ഡേറ്റിന് പ്രത്യേകത ഉണ്ട്. അദ്ദേഹം ജനിച്ചത് റബീഉൽ അവ്വൽ മാസത്തിലാണ്, അദ്ദേഹം മരണപ്പെടുന്നതും റബീഉൽ അവ്വൽ മാസത്തിലാണ്. ഹിജറ വർഷം 241 അദ്ദേഹം മരിച്ചത്. 77 വയസ്സായിരുന്നു അദ്ദേഹം മരണപ്പെടുമ്പോൾ. ഈ ലോകത്തോട് വിട പറയുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രായം. ഒരു വലിയ ജനാവലി, വമ്പിച്ച ഒരു ജനക്കൂട്ടം, 1,00,000 വരെ ജനങ്ങൾ അദ്ദേഹത്തിന്റെ ജനാസയിൽ പങ്കെടുത്തു. 50,000 പങ്കെടുത്തു. 60,000 സ്ത്രീകളുണ്ടായിരുന്നു. അങ്ങനെയുള്ള ഒരുപാട് റിവായത്തുകൾ വന്നിട്ടുണ്ട്. തഫ്സീർ ഇബ്നു കസീറിന്റെ കർത്താവായ അദ്ദേഹത്തിന്റെ മറ്റൊരു ഗ്രന്ഥമായ ബിദായ വ നിഹായയിൽ ഇതിനെക്കുറിച്ചുള്ള പരാമർശങ്ങൾ കാണാം. വമ്പിച്ച ജനാവലി തന്നെ ഇമാം അഹ്മദ് ബിൻ ഹംബലിന്റെ ജനാസയിൽ പങ്കെടുത്തു എന്നാണ് ചരിത്രത്തിന്റെ ഗ്രന്ഥങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പൊ ഈ മഹാന്റെ ജീവിതം നമുക്ക് പാഠമാകണം, നമുക്ക് ആവേശമാകണം. ആ ചരിത്രം നമ്മൾ ഉൾക്കൊള്ളണം. അദ്ദേഹത്തിന്റെ ഗ്രന്ഥം പഠിക്കണം. ഉസൂൽ സുന്ന വളരെ അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായിട്ടുള്ള ഗ്രന്ഥമാണ്. ഒരുപാട് വിഷയങ്ങൾ അഖീദയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കാര്യമായിട്ട് അതിൽ വിശദീകരിക്കുന്നത്. അത് പഠിക്കാൻ നമ്മൾ സന്നദ്ധരാകണം എന്നുള്ളത് ഓർമ്മിപ്പിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് നമ്മുടെ ക്ലാസ് അടുത്ത ബുധനാഴ്ച മുതൽ ആരംഭിക്കും. 8 മണി മുതൽ നമ്മുടെ ദൗറ ക്ലാസ് ആരംഭിക്കും. എല്ലാവരും അത് ശ്രദ്ധിക്കണം, വിഷയങ്ങൾ പഠിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു നമ്മൾ ചെയ്യുന്ന എല്ലാ അമലുകളെയും സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാവട്ടെ. ശരിയായിട്ടുള്ള ശർഈയായ ഇൽമു നേടാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. ഖുർആനും സുന്നത്തും അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ പഠിപ്പിച്ച രൂപത്തിൽ
പഠിക്കുവാനും മനസ്സിലാക്കുവാനുമുള്ള തൗഫീഖ് അല്ലാഹു നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ربنا تقبل منا دعاءنا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. അടുത്ത നമ്മുടെ ക്ലാസ് ഹാഷിം സലാഹിയുടെ അൽ ഉസൂൽ സലാസയാണ്. നാളെ ഇന്ത്യൻ ടൈം 7 മണിക്ക്, സൗദി ടൈം 4:30